എൻഗേജ്മെൻറ്റ് സെറിമണിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ കർത്താവ് നമ്മളെ സഹായിക്കുന്നല്ലോ. പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഏറ്റവും സ്പെഷ്യലായ ഒരു ദിവസമാണ് കർത്താവ് ഓർഡെയിൻ ചെയ്തിരിക്കുന്ന, കർത്താവ് സ്പെഷ്യലി അതിനുവേണ്ടി മാറ്റി വച്ചിരിക്കുന്ന ഒരു പ്രത്യേക ദിവസം എന്ന് നമുക്ക് കർത്താവിൽ സന്തോഷിക്കുവാൻ കഴിയുന്നല്ലോ. പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വളരെയധികം പ്രാർത്ഥനയുടെ ആവശ്യമുണ്ട്. നമുക്കൊരുമിച്ച് ഇന്ന് വൈകിട്ടത്തെ ഈ എൻഗേജ്മെൻറ്റ് സെറിമണി പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാമല്ലോ. ഹല്ലേലൂയ. കണ്ണുകളടയ്ക്കാം, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു നാഥ. വീണ്ടും അങ്ങയുടെ പാദപീഠത്തിലേക്ക് കടന്നു വരുവാൻ ഞങ്ങൾക്ക് നൽകി തരുന്ന എല്ലാ നല്ല അനുഭവങ്ങൾക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നപ്പാ. ഹല്ലേലൂയ. ഇത്രത്തോളം നീ ഞങ്ങളെ കാത്തു പരിപാലിച്ചല്ലോ. അങ്ങയുടെ വിശ്വസ്തതയ്ക്കായി, അങ്ങയുടെ ദയയ്ക്കായി, അങ്ങയുടെ കൃപയ്ക്കായി, അങ്ങയുടെ കരുണയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ചെയ്യുന്ന സകല ഉപകാരങ്ങൾക്കായി ഇന്ന് രാത്രി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു നാഥ. ഹല്ലേലൂയ. പ്രത്യേകാൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങ് തന്ന ഈ ദിവസം ഞങ്ങൾക്കൊരുമിച്ച് അങ്ങിൽ ആനന്ദിക്കുവാനായി നീ ഞങ്ങളെ സഹായിക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. പ്രത്യേകാൽ കർത്താവ് പ്രിയ ജോഷിയെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. പ്രൈസ് ദി ലോർഡ്. തനിക്ക് നൽകിക്കൊടുത്ത അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നപ്പാ. തൻ്റെ മാതാപിതാക്കളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തൻ്റെ സഹോദരങ്ങളെ, കുടുംബങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. ഹല്ലേലൂയ. തൻ്റെ ബന്ധുമിത്രാദികളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവസഭയെ ഓർത്ത് ഞങ്ങൾ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. പ്രിയ ഗിഫ്റ്റി ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന നാഥ. തനിക്ക് നൽകി കൊടുത്തിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നപ്പാ. ഹല്ലേലൂയ. സഹോദരനെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബന്ധുമിത്രാദികളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവസഭയെ ഓർത്ത് ഇന്ന് രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ഇന്ന് വൈകിട്ടത്തെ ഈ എൻഗേജ്മെന്റ് സെറിമണി ഞങ്ങളുടെ ഏവരുടെയും ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായി തീരുവാനായി ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നപ്പാ. പല ടൈം സോണിൽ നിന്ന്, പല രാജ്യങ്ങളിൽ നിന്ന് കർത്താവേ ഈ ഒരു എൻഗേജ്മെന്റ് സെറിമണിയിൽ ജോയിൻ ചെയ്യുമ്പോൾ അങ്ങയുടെ സാധാരണമായ സാന്നിധ്യത്താൽ ഞങ്ങളേവരെയും അങ്ങ് നിറയ്ക്കുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. പ്രാർത്ഥിച്ചാരംഭിക്കുന്ന ഈ നിമിഷം മുതൽ കർത്താവേ കഴിയുവോളം അങ്ങയുടെ ശക്തമായ സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ. മാനുഷികമായ ബുദ്ധിയോ മാനുഷികമായ ആലോചനകൾക്കുപരിയായി കർത്താവേ ദൈവ സാന്നിധ്യത്താൽ കർത്താവേ ഈ ശുശ്രൂഷകളെ അനുഗ്രഹിക്കുവാനായി ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നപ്പാ. ഹല്ലേലൂയ. സമ്പൂർണമായി അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നപ്പാ. പ്രാർത്ഥനകളെ കേട്ടിരിക്കാൻ സ്തോത്രം. സകലതും യേശുവിൻ നാമത്തിൽ പ്രിയ പിതാവേ. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. തുടർന്ന് നമ്മൾ ചില നിമിഷങ്ങൾ പാട്ടുകളെ പാടി കർത്താവിനെ ആരാധിക്കുവാൻ വേണ്ടി പോവുകയാണ്. തുടർന്ന് ബ്രദർ ഗ്ലാഡ്സൺ ടി അയർലൻഡിൽ നിന്ന് വർഷിപ്പ് ലീഡ് ചെയ്യുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകം ഇന്ന് വിവാഹ നിശ്ചയത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രിയ ജോസയ്ക്കും ഗിഫ്റ്റിക്കും എല്ലാവിധമായ ആശംസകളും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് അറിയിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. അല്പനിമിഷം നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ എല്ലാവരും നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ നമ്മൾ ഇരിക്കുന്ന രീതിയിൽ കർത്താവിനെ നമുക്ക് സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. നാം ഇരിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. പ്രത്യേകം ഇന്ന് പകൽക്കാലം ദൈവം ഐശ്വര്യമായി തൻ്റെ മക്കളെ അനുഗ്രഹിക്കേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ചില പാട്ടിൻ്റെ വരികൾ ചേർന്ന് പാടി നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. എന്നെ കരുതും, എന്നും പുലർത്തും, എൻ്റെ ആവശ്യങ്ങൾ എല്ലാം അറിയും. ദുഃഖനാളിൽ കൈവിടാതെ തൻ്റെ ചിറകിൻ നിഴലിൽ മറയ്ക്കും. എന്നെ കരുതും, എന്നും പുലർത്തും, എൻ്റെ ആവശ്യങ്ങൾ എല്ലാം അറിയും. ദുഃഖനാളിൽ കൈവിടാതെ
തൻ്റെ ചിറകിൻ നിഴലിൽ മറയ്ക്കും. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. അനർത്ഥങ്ങൾ ഭവിക്കയില്ല, ബാധയോ എന്നെ തൊടുകയില്ല. പാതകളിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ തൻ കരങ്ങളിൽ വഹിക്കും. അനർത്ഥങ്ങൾ ഭവിക്കയില്ല, ബാധയോ എന്നെ തൊടുകയില്ല. പാതകളിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ കരങ്ങളിൽ വഹിക്കും. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. എന്നെ കരുതും, എന്നും പുലർത്തും, എൻ്റെ ആവശ്യങ്ങൾ എല്ലാം അറിയും. ദുഃഖനാളിൽ കൈവിടാതെ തൻ്റെ ചിറകിൻ നിഴലിൽ മറയ്ക്കും. എന്നെ കരുതും, എന്നും പുലർത്തും, എൻ്റെ ആവശ്യങ്ങൾ എല്ലാം അറിയും. ദുഃഖനാളിൽ കൈവിടാതെ തൻ്റെ ചിറകിൻ നിഴലിൽ മറയ്ക്കും. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. വഴിയൊരുക്കും അവനാഴികളിൽ വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും. വഴിയൊരുക്കും അവനാഴി
കൈ പിടിച്ചെന്നെ വഴി നടത്തും. വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. നിനക്കാ കരുതും അവൻ നല്ല ഓഹരി. നിനക്കാ കരുതും അവൻ നല്ല ഓഹരി. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. ഓ കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. Hallelujah, Jesus. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങളെ പാടി കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ. തുടർന്ന് നമ്മൾ ഒരുമിച്ച് സങ്കീർത്തനങ്ങൾ വായിക്കുവാൻ വേണ്ടി പോവുകയാണ്. സങ്കീർത്തനങ്ങൾ 33 പാസ്റ്റർ സൈമൺ CP കേരളത്തിൽ നിന്ന് കർത്തദാസൻ ഇപ്പോൾ സങ്കീർത്തനങ്ങൾ 33 വായിക്കുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. 33 സങ്കീർത്തനയോടെ വായിക്കുന്നു. നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിപ്പിൻ, സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. കിന്നരം കൊണ്ട് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, 10 അമ്പുള്ള വീണ കൊണ്ട് അവന് സ്തുതി പാടുവിൻ. അവന് പുതിയ പാട്ട് പാടുവിൻ, ഘോഷസ്വരത്തോട് നന്നായി വാദ്യം വായിപ്പിൻ. യഹോവയുടെ വചനം നേരുള്ളത്, അവന് സകല പ്രവൃത്തിയും വിശ്വസ്തതയുള്ളത്. അവൻ നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്നു. യഹോവയുടെ ദയ കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. യഹോവയുടെ വചനത്താൽ ആകാശവും അവന്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി. അവൻ സമുദ്രത്തെ വെള്ളത്തെ കൂമ്പാരമായി കൂട്ടുന്നു. അവൻ ആഴികളെ ഭണ്ഡാരഗ്രഹങ്ങളിൽ സംഗ്രഹിക്കുന്നു. സകല ഭൂവാസികളെ യഹോവയെ ഭയപ്പെടട്ടെ. ഭൂതലത്തിൽ പാർക്കുന്നവരൊക്കെയും അവനെ ശങ്കിക്കട്ടെ. അവൻ അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു. അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. യഹോവ ജാതികളുടെ ആലോചനയെ വ്യർത്ഥമാക്കുന്നു, വംശങ്ങളുടെ നിരൂപണങ്ങളെ നിഷ്ഫലമാക്കുന്നു. യഹോവയുടെ ആലോചന ശാശ്വതമായും അവന്റെ ഹൃദയവിചാരങ്ങൾ തലമുറയായി നിൽക്കുന്നു. യഹോവ ദൈവമായിരിക്കുന്ന ജാതിയും അവൻ തനിക്ക് അവകാശമായി തിരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളത്. യഹോവ സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു, മനുഷ്യപുത്രന്മാരൊക്കെയും കാണുന്നു. അവൻ തന്റെ വാസസ്ഥലത്ത് നിന്ന് സകല ഭൂവാസികളെയും നോക്കുന്നു. അവൻ അവരുടെ ഹൃദയങ്ങളെ ഒരുപോലെ മനഞ്ഞിരിക്കുന്നു. അവരുടെ പ്രവൃത്തികളൊക്കെയും അവൻ ഗ്രഹിക്കുന്നു. സൈന്യബഹുത്വത്താൽ രാജാവ് ജയം പ്രാപിക്കുന്നില്ല, ബലാധിക്യം കൊണ്ട് വീരൻ രക്ഷപ്പെടുന്നതുമില്ല. ജയത്തിന് കുതിര വ്യർത്ഥമാകുന്നു, തന്റെ ബലാധിക്യം കൊണ്ട് അത് വിടുവിക്കുന്നതുമില്ല. യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേലും തന്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിപ്പാനും ക്ഷാമത്തിൽ അവരെ ജീവനോട് രക്ഷിപ്പാനും തന്നെ. നമ്മുടെ ഉള്ള യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. അവൻ നമ്മുടെ സഹായവും പരിചയമാകുന്നു. അവന്റെ വിശുദ്ധ നാമത്തിൽ നാം ആശ്രയിക്കാൽ നമ്മുടെ ഹൃദയം അവനിൽ സന്തോഷിക്കും. യഹോവേ, ഞങ്ങൾ നിങ്ങൾ പ്രത്യാശ വയ്ക്കുന്ന പോലെ നിന്റെ ദയ ഞങ്ങളുടെ മേലുണ്ടാകുമാറാട്ടെ. 15 വാക്യം ഒരിക്കൽ കൂടെ വായിക്കുന്നു. യഹോവയുടെ ആലോചന ശാശ്വതമായും അവന്റെ ഹൃദയവിചാരങ്ങൾ തലമുറ തലമുറയായി നിൽക്കുന്നു. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനത്തിനായി ഇന്ന് രാത്രി നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒരുമിച്ച് തുടർന്ന് പ്രാർത്ഥിക്കാം. മുംബൈയിൽ നിന്ന് കർത്തദാസൻ പാസ്റ്റർ വി മാത്യു തുടർന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ,
അങ്ങേ പുത്രൻ ഞങ്ങളുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിന്നെയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളായി ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതനുസരിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹത്തിന്റെ എൻഗേജ്മെന്റിനുള്ള ബന്ധത്തിൽ നിന്റെ പാദപീഠത്തിലായിരിക്കാൻ സ്വർഗം ഞങ്ങൾക്ക് അവസരം തന്നല്ലോ. ഇത്രത്തോളം സാഹചര്യങ്ങൾ ചുറ്റുപാടുകളൊക്കെ ഞങ്ങൾക്ക് അനുകൂലമാക്കി തന്നു. ഞങ്ങളെ മാനിച്ച ദൈവത്തിന്റെ വഴികൾക്കായി കരുതലുകൾക്കായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ഭയങ്കരനുമായ ദൈവം ഞങ്ങളുടെ നടുവിലുള്ളതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങൾ വളരെയായിരിക്കാൻ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ പാദപീഠത്തിലായിരിക്കുമ്പോൾ കർത്താവെ, ഇവിടെ ഞങ്ങൾ ആലോചിക്കുകയും അത് തീരുമാനിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ ദൈവഹിത പ്രകാരം മാത്രമായിരിക്കാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്ത് അത് ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ അനുഭവിച്ചറിയട്ടെ കർത്താവെ. നിന്റെ കരങ്ങളിലെ സകല ശുശ്രൂഷ ഏൽപ്പിക്കുന്നു. ശുശ്രൂഷിപ്പാൻ ദാസൻ അധികാരത്തോടും ആത്മാവോടുകൂടെ നിർത്തുമാറാകണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആത്മാവിന്റെ ചിന്തകൾ, ആത്മാവിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങളുടെ നടുവിൽ ഉണ്ടാകുവാനിടയാക്കണമേ. നിന്റെ ഹിതമില്ലാത്ത ഒരു കാര്യവും ഞങ്ങൾ ചിന്തിപ്പാന്, പ്രവർത്തിപ്പാന്, അത് തീരുമാനിപ്പാനിടയാകാതെ പരിശുദ്ധാത്മാവ് സകലവും നിയന്ത്രിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മാധ്യമങ്ങളുടെ അതിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും പേരുപേരായി നീ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വിശിഷ്യ കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും അവരുടെ മാതാപിതാക്കന്മാരെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിശിഷ്യ പ്രിയ മാതാപിതാക്കന്മാർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതേ നീ തലമുറയായി ഞങ്ങളുടെ ദൈവമായി ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിക്കുന്നതിന് മുമ്പേ അനാദിയായി ശാശ്വതമായി ഞങ്ങളുടെ ദൈവമാകയാൽ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്ത് കർത്താവെ, നിന്റെ മക്കൾ കഴിഞ്ഞ നാളിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ അനുകൂലമാക്കി നീ മാനിച്ചതിനായി സ്തോത്രം. നീ അവർക്ക് കുഞ്ഞുങ്ങളെ പ്രദാനം ചെയ്തു. അതേ കർത്താവെ, നിന്റെ വചനത്തിന്റെ വ്യവസ്ഥയിൽ, അതേ വചനത്തിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തുവാൻ നീ അവർ കൃപ നൽകി. ഒരു യുവനകാലമായപ്പോൾ കർത്താവെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ അവരുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളൊക്കെ നിവർത്തിച്ച് നീ അവരെ മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവഹിതമില്ലാത്ത ഒരു കാര്യത്തിലോടുവാൻ സ്വർഗം സമ്മതിക്കുന്നു പ്രാർത്ഥിക്കുന്നു. നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രത്യേകം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. അതേ അവരുടെ ബാല്യകാലം, അതേ കർത്താവ് അവരെ അനുഗ്രഹിച്ചല്ലോ. അവരുടെ യൗവനത്തിലേക്ക് കടന്നപ്പോൾ സ്വർഗ്ഗം അവർക്ക് വേണ്ടി കരുതുന്നതിനാൽ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. കുഞ്ഞുങ്ങളെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരുടെ കഴിഞ്ഞ നാളിലെ പഠന കാര്യങ്ങളില്, യാത്രയിലെ, ജോലി കാര്യങ്ങളിലൊക്കെ നീ അവരെ സഹായിച്ചല്ലോ കർത്താവ്. നിന്റെ കരങ്ങളിൽ അവരെ ഏൽപ്പിച്ച് അതേ അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നല്ലേ അനുഗ്രഹങ്ങൾ പകരുമാറാകണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവഹിത പ്രകാരം അതേ മാതാപിതാക്കന്മാർക്ക്, ദൈവസഭയ്ക്ക് ഒക്കെ അവരെ ഐതിഹ്യമായിരിക്കാൻ സ്വർഗവിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനോടുള്ള ബന്ധത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പേരുവരെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. പ്രത്യേക ഞങ്ങളുടെ ആത്മമണവാളിന് വേണ്ടി അതേ ഞങ്ങളെ വിവിധ സംഘങ്ങളായി ഒരുക്കിയെടുത്തതിനാൽ ഞങ്ങളുടെ സ്തോത്രം. അതേ കർത്താവെ, ഒരു ദിവസം കൂടെ അതേ കർത്താവ് നിന്റെ വരവിന് വേണ്ടി ഞങ്ങൾ തയ്യാറായിരിക്കാൻ, ഞങ്ങൾ ഒരുക്കപ്പെടുവാൻ സഹായിക്കണമേ. ഈ മാധ്യമങ്ങളിലൂടെ ആരെങ്കിലും അത് ഇതുവരെയും ഈ ഞങ്ങളുടെ ആത്മമണവാളിന്റെ എൻഗേജ്മെന്റിൽ പങ്കുചേർന്നിട്ടില്ലെങ്കിൽ ഇന്ന് പകൽക്ക്, ഇന്ന് രാത്രി അതിനുള്ള അവസരമാക്കി കൊടുക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ആദിയോടുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഭരിച്ചു നടണം. ശുശ്രൂഷകളെ ഏറ്റവും അനുഗ്രഹമാക്കി തരണം. മഹത്വത്തിനായി സകലവും ചെയ്താട്ട് യേശു ക്രിസ്തുവിന്റെ അതിമഹത്വമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ്, ഇന്ന് രാത്രി നമ്മുടെ പ്രാർത്ഥനകളെ കേട്ടിരിക്കാൻ നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലത്തെ ഈ വെർച്വൽ എൻഗേജ്മെൻറ്റ് സെറമണിയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു പാൻഡമിക്കിൻ്റെ സമയത്ത് നമുക്ക് ഒത്തിരി പരിമിതികൾ ഉള്ളപ്പോൾ തന്നെ ഇങ്ങനൊരു ടെക്നിക്കലായിട്ടുള്ള ഒരു സാഹചര്യം കർത്താവ് നമുക്ക് ഒരുക്കി തരുന്നുവല്ലോ. പല സ്ഥലങ്ങളിൽ നിന്ന് പ്രിയപ്പെട്ടവരൊക്കെയും ജോയിൻ ചെയ്യുന്നു. പല രാജ്യങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്. അവരെല്ലാം ഓർത്ത് കർത്താവിൽ സ്തോത്രം ചെയ്യുന്നു. അവരെ ഇന്ന് വൈകിട്ടത്തെ ഈ എൻഗേജ്മെൻറ്റ് സെറമണിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്നത്തെ ഈ എൻഗേജ്മെൻറ്റ് സെറമണിയുടെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള രണ്ട് പേര് നമ്മുടെ മധ്യത്തിലുണ്ട്. പ്രിയ ജോഷിയ തന്നെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. തന്നെ ഈ ഒരു ലെവലിലേക്ക് കർത്താവ് തന്നെ വളർത്തിയെടുക്കുവാൻ അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കളെ തനിക്ക് നൽകിക്കൊടുത്തു. അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ കർത്താവ് നൽകിക്കൊടുത്തു. തൻ്റെ ജനനം മസ്കറ്റിലും അതിനുശേഷം ചില വർഷങ്ങൾ തൻ്റെ സ്കൂളിങ്ങും തൻ്റെ ഡിഗ്രിയും
കേരളത്തിൽ ചെയ്യുവാൻ കർത്താവ് തന്നെ സഹായിച്ചു. അതിനുശേഷം മസ്കറ്റിൽ തൻ്റെ മാസ്റ്റേഴ്സ് ചെയ്യുവാൻ കർത്താവ് തന്നെ സഹായിച്ചു. ഇപ്പോൾ താൻ അയർലൻഡിൽ തൻ്റെ PhD താൻ പെർസ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. തന്നെ ഓർത്ത് കർത്താവിൽ സ്തോത്രം ചെയ്യും. തന്നെ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ഈ ഒരു ദിവസം നമ്മൾ കൂടി വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും, തൻ്റെ പിന്നാലെ പ്രാർത്ഥിക്കുന്ന ഒരു വലിയൊരു ദൈവസഭ ഉണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുമല്ലോ. ആമേൻ. അതുപോലെ തൻ്റെ ബന്ധുമിത്രാദികൾ മസ്കറ്റിലും കേരളത്തിൽ നിന്നും മറ്റ് പല രാജ്യങ്ങളിൽ നിന്നും തന്നോടൊപ്പം ജോയിൻ ചെയ്യുന്ന പ്രിയപ്പെട്ടവരുണ്ടല്ലോ, അവരെല്ലാവരെയും ഇന്ന് വൈകിട്ടത്തെ ഈ എൻഗേജ്മെൻറ്റ് സെറിമണിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ പ്രിയ ഗിഫ്റ്റി ഓർത്ത് കർത്താവിൽ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കൾ തനിക്ക് കർത്താവ് നൽകിക്കൊടുത്തു. നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു സഹോദരനെ കർത്താവ് തനിക്ക് നൽകിക്കൊടുത്തു. തൻ്റെ ജനനം മുതൽ ഇതുവരെയോളം താൻ മുംബൈയിൽ തന്നെ പഠിക്കുവാൻ, തൻ്റെ സ്കൂളിംഗ്, തൻ്റെ ഡിഗ്രി ഒക്കെയും ഇവിടെ കംപ്ലീറ്റ് ചെയ്യുവാൻ തന്നെ സഹായിച്ചു. BSc നഴ്സിംഗ് കഴിഞ്ഞതിന് ശേഷം താൻ ഇവിടെ ഉള്ള ഹോസ്പിറ്റൽ താൻ ജോലി ചെയ്തുകൊണ്ട് സ്റ്റാഫ് നഴ്സായിട്ട് താൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട താലന്തുകൾ കർത്താവ് പ്രിയപൈതലിന് നൽകി കൊടുത്തിട്ടുണ്ട്. തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവസഭ തൻ്റെ പിന്നിലുണ്ട്. അതിനെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ നാട്ടിൽ നിന്നും മറ്റ് പല രാജ്യങ്ങളിൽ നിന്നും തൻ്റെ ബന്ധുമിത്രാദികളും മറ്റ് സഹോദരങ്ങളൊക്കെയുമായി ഇന്നത്തെ ഈ വൈകിട്ടത്തെ എൻഗേജ്മെൻറ്റ് സെറിമണിയിൽ ജോയിൻ ചെയ്യുന്നുവല്ലോ. അവരെല്ലാവരെയും ഇന്ന് വൈകിട്ടത്തെ ഈ സെറിമണിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ചീഫ് ഗസ്റ്റായിട്ട് ഇന്നത്തെ സന്ദേശം നമ്മളിലേക്ക് എത്തിക്കുവാൻ കർത്തദാസൻ പാസ്റ്റർ സജി വി ചെറിയാൻ താൻ ഷാർജയിൽ നിന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുവല്ലോ. അതുപോലെ അനേക കർത്തദാസന്മാർ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. അവരെല്ലാവരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും കർത്താവ് സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏവരുടെയും പ്രാർത്ഥനയാണ് ഇതുവരെയോളം അനുഗ്രഹത്തോടെ മുന്നോട്ട് കടന്നു പോകുവാൻ കർത്താവ് നമ്മളെ സഹായിക്കുന്നത്. വീണ്ടും ശക്തമായി നമ്മുടെ പ്രാർത്ഥനകളിൽ പ്രിയപ്പെട്ടവരെ ഓർക്കാം. തുടർന്നുള്ള സമയം പ്രിയ ഗിഫ്റ്റിയുടെ പിതാവ് നമ്മൾ എന്തിനാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്നത് എന്നുള്ള വിവരം താൻ ഇപ്പോൾ അറിയിക്കുന്നതായിരിക്കും. അതിനായിട്ട് പ്രിയ ബാബു തോമസ് ഗിഫ്റ്റിയുടെ പപ്പായെ മുന്നോട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അവസരത്തിൽ ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വന്ദനം അറിയിച്ചുകൊള്ളുന്നു. പ്രത്യേകിച്ച് ഈ എൻഗേജ്മെൻറ്റിൻ്റെ ചെയർമാനായിരിക്കുന്ന കർത്താവിൻ്റെ വിലയേറിയ ദാസൻ പാസ്റ്റർ ജിജോ ജോർജിന് വന്ദനം അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് വിവിധ ഭാഗങ്ങളിൽ നിന്നും സൂമിലൂടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദേവദാസന്മാർക്കും ബന്ധുമിത്രാദികൾക്കും ചർച്ച് കമ്മിറ്റി മെമ്പേഴ്സിനും വിശേഷാൽ കർത്താവിൻ്റെ വിലയേറിയ ദാസന്മാർ പാസ്റ്റർ അലക്സ് ജോൺ IPC ശ്രീകാര്യം, പാസ്റ്റർ സജി ബി ചെറിയാൻ ഷാർജ, പാസ്റ്റർ രാജു പി നായർ IPC NR സോണൽ പ്രസിഡന്റ് മുംബൈ, എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടി എൻ്റെ സ്നേഹവും വന്ദനവും അറിയിച്ചുകൊള്ളുന്നു. പ്രത്യേകിച്ച് ഇന്ന് ഇവിടെ കൂടി വന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കേരളത്തിൽ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ ചേക്കോട്ട് എബനേസർ ബില്ലയിൽ പാസ്റ്റർ ചെറിയാൻ ചേക്കോട്ടിൻ്റെയും ശ്രീമതി ആനി ചേക്കോട്ടിൻ്റെയും മകൻ ജോഷ്യ ചേക്കോട്ടും IPC ശ്രീകാര്യം ചർച്ച് മെമ്പർ, മുംബൈ താനെ ഡിസ്ട്രിക്റ്റിൽ സർവോദയ ഗാലക്സിയിൽ താമസിക്കുന്ന ബാബു തോമസിൻ്റെയും ശ്രീമതി ഷീല തോമസിൻ്റെയും മകൾ ഗിഫ്റ്റി തോമസ് IPC കഞ്ചൂർമാർക്ക് ചർച്ച് മെമ്പർ തമ്മിൽ വിവാഹം നടത്തുന്നതിന് വീട്ടുകാരായ ഞങ്ങൾ ചില ആലോചനകൾ നടത്തി ഏതാണ്ട് ഒരു ധാരണയിൽ എത്തിച്ചേരുകയുണ്ടായി. ആ കാര്യം തീരുമാനിക്കുന്നതിന് ആണ് നിങ്ങളെ എല്ലാവരെയും ഇവിടെ വിളിച്ച് കൂട്ടിയിരിക്കുന്നത്. ധാരണ ഇന്നേ ദിവസം ഇവിടെ വെച്ച് കല്യാണം ഉറപ്പിച്ച് അനന്തര കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുവാനും ചിന്തിക്കുവാനും കൂടിയാണ്. എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും സാധാരണ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാം കേൾക്കുവാനിടയായി തീർന്നല്ലോ പ്രിയ ഗിഫ്റ്റിയുടെ പിതാവ് നമ്മൾ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ളത്. അതിൻ്റെ മറുപടിയായിട്ട് പ്രിയ ജോഷിയയുടെ ഫാദർ പ്രിയ പാസ്റ്റർ ചെറിയാൻ ചെക്കോട്ട് അതിൻ്റെ മറുപടിയായിട്ട് ഉള്ള കാര്യങ്ങൾ ഇപ്പോൾ അറിയിക്കുന്നതായിരിക്കും. ഇന്നത്തെ ഈ എൻഗേജ്മെന്റ് സെറമണി ചെയ്യുന്ന ബഹുമാനപ്പെട്ട പാസ്റ്റർ ജിയോ ജോർജ് IPC അഞ്ചൂർ മാർക്കിന്റെ ശുശ്രൂഷനുമായിരിക്കുന്ന ദാസൻ, IPC പെനിയേൽ ശ്രീകാര്യം ചർച്ചിന്റെ ശുശ്രൂഷകന് ആയിരിക്കുന്ന പാസ്റ്റർ അലക്സ് ജോണിനും ഓൺലൈനിൽ പ്രത്യേക സാഹചര്യം അനുസരിച്ച് സൂം പ്ലാറ്റ്ഫോമിലേക്ക് വന്നിരിക്കുന്ന എല്ലാവർക്കും
കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ വന്ദനം പറയുന്നു. പ്രത്യേക പ്രിയ ഗിഫ്റ്റി മോക്കും അതെ പ്രിയ ജോസിയമ്മനും ഈ സമയത്ത് വന്ദനം പറയുന്നു. അവരാണല്ലോ നമ്മുടെ ചീഫ് ഗസ്റ്റുകൾ. ഹല്ലേലൂയ. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ഒരു പ്രാവശ്യം കൂടെ വന്ദനം അറിയിക്കുന്നു. സ്തോത്രം. പ്രിയ ബാബുബലത്തിൽ ഓർപ്പിച്ചതുപോലെ തന്നെ ദൈവത്തിന്റെ വലിയ കരുണയാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ ശ്രദ്ധയോടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഒരു തീരുമാനം ഉണ്ടാകുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവിന്റെ ആത്മാവിനാൽ ഞങ്ങൾ ഇരു കുടുംബങ്ങളെയും നയിച്ചു. അതിന്റെ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുവാൻ, ഒരു ധാരണയിൽ എത്തിച്ചേരുവാൻ ഞങ്ങൾക്ക് ഇടയായിട്ടുണ്ട്. സ്തോത്രം. അതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് രാത്രി ഒന്നിച്ച് കൂടി ദൈവമക്കളുമായി സഹകരിച്ച് പ്രിയപ്പെട്ടവരുമായി സഹകരിച്ച് ഒരു തീരുമാനം എടുക്കുവാനാണ് ആഗ്രഹിച്ചിരിക്കുന്നത്. അത് ഇപ്രകാരമാണ്. താൻ്റെ വരവിന് താമസമെങ്കിൽ ഈ വരുന്ന വർഷം ജൂൺ മാസത്തിൽ ഈ വിവാഹം നടത്തുവാനാണ് ആഗ്രഹിക്കുന്നത്. താൻ്റെ വരവിന് താമസമെങ്കിൽ ജൂൺ മാസത്തിൽ തന്നെ അത് നടക്കും. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യങ്ങളെ അവഗണിച്ചുകൊണ്ട് അത് ഏതായിരുന്നാലും ജൂൺ മാസം 2ാമത്തെ അല്ലെങ്കിൽ 3ാമത്തെ ആഴ്ച തന്നെ നടത്തുവാനായിട്ട് ഉത്സാഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി ദൈവമക്കൾ പ്രത്യേകമായി പ്രാർത്ഥിക്കണം എന്ന് ഓർപ്പിക്കുന്നു. ഇത്രത്തോളം ദൈവം നമ്മെ ഓരോരുത്തരും കൃപിക്കാതെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. വരും ദിവസങ്ങളിലെ വിഷയം ഓർത്ത് ഏവരും പ്രത്യേകമായി പ്രാർത്ഥിക്കണമേ എന്ന് പ്രത്യേക അപേക്ഷിക്കുകയാണ്. സ്തോത്രം. വേറെ ഒരു കാര്യം ഓർപ്പിക്കാനില്ല. ഈ വിഷയം ഓർത്ത് തുറന്ന് പ്രാർത്ഥിക്കുക. ദൈവം തക്ക സമയത്ത് എല്ലാ കാര്യങ്ങളും സ്വന്തമായി നടക്കുവാൻ ദൈവം കൃപ ചെയ്യുമാറാകട്ടെ. യേശുവിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി ശക്തിയായ നിലകൊള്ളുവാൻ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എളിയവന്റെ വാക്കുകൾ ഞാൻ വിരമിക്കുന്നു. താങ്ക് യു. നാം ഈ സന്ധ്യാസമയത്ത് കേൾക്കുവാനിടയായി തീർന്നല്ലോ. വിളിച്ചതിൻ്റെ ഉദ്ദേശം എന്ത് എന്നുള്ളത്, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് അത് അറിയിക്കുന്നതായിരിക്കും. അതിൻ്റെ ഡിക്ലറേഷൻ വായിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയിക്കുന്നതായിരിക്കും. പ്രത്യേകാൽ ഈ ഒരു പാൻഡമിക്കിൻ്റെ സമയത്ത് നമുക്ക് ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട്. വെർച്വൽ എൻഗേജ്മെൻറ്റ് സെറിമണി എന്നൊക്കെയും നമ്മൾ പേരിടുമ്പോൾ തന്നെ ഒത്തിരി ലിമിറ്റേഷൻസ് നമ്മുടെ മുമ്പാകെയുണ്ട്. എങ്കിലും ഇന്ന് നമ്മുടെ ഗസ്റ്റുകളായിരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും മെയിനായിട്ടുള്ള 2 പേരും നമ്മുടെ നടുവിലുണ്ട്. പലർക്കും പ്രിയപ്പെട്ടവരെ കാണുവാനുള്ള ഒരാഗ്രഹം കാണും. തുടർന്ന് പ്രിയ ജോഷിയായും പിന്നെ ഗിഫ്റ്റിയും മുൻപോട്ട് കടന്നു വരുന്നതായിരിക്കും. അവരെ എല്ലാവർക്കും ഒന്ന് കാണത്തക്ക വിധത്തിൽ, എന്നിട്ട് അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ചെയറിൽ അവർ വന്നിരിക്കുന്നതായിരിക്കും. എല്ലാവരും പ്രിയപ്പെട്ടവരെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തുടർന്ന് നമുക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു ഏറെ ആവശ്യമാണ്. കാരണം ഒരു വലിയൊരു ഡിസിഷനിലേക്കാണ് അവർ കാലെടുത്ത് വയ്ക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവർക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം ഏറെ ആവശ്യമാണല്ലോ. നാം എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ IPC ശ്രീകാര്യം ചർച്ചിലെ കർത്തദാസൻ പാസ്റ്റർ അലക്സ് ജോൺ തുടർന്നുള്ള ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിനായും പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹസമ്പന്നനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്നായ ഞങ്ങളുടെ പ്രിയ പിതാവേ, അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ ക്രിസ്തു യേശുവിൻ നാമത്തിൽ തിരുസന്നിധിയിൽ പ്രിയ ജോഷിയയുടെയും ഗിഫ്റ്റിയുടെയും വിവാഹ നിശ്ചയത്തോടുള്ള ബന്ധത്തിൽ ബോംബെയിലും മറ്റ് പല ഇടങ്ങളിലുമായി ഞങ്ങൾക്ക് ഇങ്ങനെ തിരുസന്നിധിയിൽ കൂടി വരുവാൻ തന്ന നല്ല സന്ദർഭത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പ്രിയ ജോഷിയായെ ഞങ്ങൾ ഓർക്കുന്നു. പാസ്റ്റർ ആൻറ്റിക്കും കുടുംബാംഗങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഗിഫ്റ്റിക്കായി സ്തോത്രം. മാതാപിതാവിനും സഹോദരനും കുടുംബാംഗങ്ങൾക്കായും സ്തോത്രം. ഇരു സഭകളും ഇരു കുടുംബങ്ങളോട് ബന്ധപ്പെട്ട ഈ വിവാഹ നിശ്ചയത്തിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കായും ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പൂർവ്വ പിതാക്കന്മാരെ കുടുംബമായി ഐശ്വര്യമായി അനുഗ്രഹിച്ചു വഴി നടത്തിയവനെ വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം ചെയ്യുവാൻ കഴിയത്തക്ക വിധത്തിൽ പ്രിയ ജോഷിയായെയും ഗിഫ്റ്റിയെയും അവിടുന്ന് അനുവദിക്കുന്ന പക്ഷം
അടുത്ത വർഷം ജൂൺ മാസത്തിൽ ഒന്നാക്കുന്ന ആ വിശുദ്ധ വിവാഹത്തോടുള്ള ബന്ധത്തിൽ ഇന്ന് അതിൻ്റെ നിശ്ചയം തിരുസന്നിധിയിൽ ഇപ്രകാരം എടുക്കത്തക്ക വിധത്തിൽ കാര്യങ്ങളെ അവിടുന്ന് തന്നെ നിയന്ത്രിക്കുന്നു. അതോർത്തും ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയോട് ഇരു കുടുംബങ്ങളും കർത്തൃദാസന്മാരും തിരുസന്നിധിയിൽ ആഗ്രഹിക്കുന്ന ജൂൺ മാസത്തിലെ വിവാഹം അത് അനുഗ്രഹമായി നടക്കത്തക്ക വിധത്തിൽ നിലവിലുള്ള ഇപ്പോഴത്തെ പരിമിതികൾക്കൊക്കെ ഒരു മാറ്റം വന്ന് തിരുസന്നിധിയിൽ ആ വിവാഹം ഏറ്റവും അനുഗ്രഹമായി നടപ്പാനിടയാകണം. ഇന്ന് കുഞ്ഞുങ്ങളുടെ വിവാഹം ഇപ്രകാരം നിശ്ചയം ചെയ്യത്തക്ക വിധത്തിൽ അവിടുന്ന് ഇരു കുടുംബങ്ങളെയും സഭകളെയും ബലപ്പെടുത്തിയതോർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ വിവാഹത്തോട് ബന്ധപ്പെട്ട ശുശ്രൂഷയുടെ എൻഗേജ്മെന്റ് സർവീസ് ചെയർ ചെയ്യുന്ന കർത്തൃദാസനായി, ശുശ്രൂഷയെ സംബന്ധിക്കുന്ന കർത്തൃദാസന്മാർക്കായി, ദൈവവചനം ശുശ്രൂഷിക്കുന്ന പാസ്റ്റർക്കായി, മറ്റെല്ലാവർക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ നാമം മഹത്വം എടുക്കണം. ആലോചനയിൽ വലിയവനും പ്രവർത്തിയിൽ ശക്തനും അങ്ങാകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. 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 പ്രൈസ് ദി ലോർഡ്. തുടർന്ന് നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനം കേൾക്കുവാൻ പോവുകയാണ്. ബ്രദർ മാത്യു ഫിലിപ്പ് ആൻഡ് ഫാമിലി. എന്നാൽ അതേ സമയത്ത് തന്നെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നടക്കുവാൻ പോകുന്നത്. പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന എൻഗേജ്മെൻറ്റ് റെക്കോർഡ് അതിൽ സൈൻ ചെയ്യുവാനുള്ള സമയമാണ്. ഈ പാൻഡമിക്കിൻ്റെ ഒരു സിറ്റുവേഷൻ കാരണം പലവിധമായ പരിമിതികളുണ്ട്. എങ്കിലും ഒരുക്കിയിരിക്കുന്ന ആ ഒരു പ്രിയപ്പെട്ടവർ ഈ സമയത്ത് സൈൻ ചെയ്യുന്നതായിരിക്കും. അതിനായിട്ട് ജോഷിയുടെ ഫാദർ, അവിടുന്ന് കർത്തദാസനും അതുപോലെ അവിടുന്ന് ഒരു വിറ്റ്നസ്സും സൈൻ ചെയ്യുന്ന അതേ സമയത്ത് തന്നെ ഇവിടെ ഗിഫ്റ്റിയുടെ ഫാദർ, അതുപോലെ ഇവിടുത്തെ ദൈവദാസനും വിറ്റ്നസ്സും ഇവിടുത്തെ റെക്കോർഡിൽ സൈൻ ചെയ്യുന്നതായിരിക്കും. അതേ സമയത്ത് തന്നെ ബ്രദർ മാത്യു ഫിലിപ്പ് ആൻഡ് ഫാമിലിയിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ട ഗാനത്തെ നമുക്ക് കേൾക്കാം.
ഇന്നയോളം നടത്തിയ നാഥ, നന്ദിയല്ലാതില്ലൊന്നുമില്ല. എന്നും കരുതലിൽ വഹിച്ചവനേ, നന്ദിയല്ലാതില്ലൊന്നുമില്ല. എന്നും കരുതലിൽ വഹിച്ചവനേ, വന്ന വഴികൾ മുന്നോർത്തിടുമ്പോ. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങളെ കേൾക്കുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചുവല്ലോ. പ്രത്യേകാൽ ഈ എൻഗേജ്മെൻറ്റ് റെക്കോർഡ് കൈമാറേണ്ട ഒരു ചടങ്ങ് സാധാരണയായിട്ടുണ്ട്. എന്നാൽ ഈ ഒരു ഈ ഒരു പാൻഡമിക്കിൻ്റെ സമയത്ത് നമുക്ക് ഒത്തിരി പരിമിതികൾ ഉള്ളതുകൊണ്ട് അതിൻ്റെ കൈമാറ്റം പിന്നീട് അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നതായിരിക്കും. എന്നാൽ സഭയുടെ ശ്രദ്ധയിലേക്ക് ഇന്ന് ഇതിൽ സൈൻ ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ് ഒന്ന് അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു. I read this notice to inform the churches and families and relatives, the Indian Pentecostal Church of God, Northern Region, Hebron, Kanjurmarg, Mumbai, notice of marriage engagement. By the grace of God Almighty, it has been solemnly resolved in the meeting held on 21st November 2020. Pastor Cherian Chandi Chekot and Annie Chandi Chekot, ഇരുവർക്കും കർത്താവ് നൽകിക്കൊടുത്ത പൈതൽ ജോഷിയ ചെറിയാൻ ചേക്കോട്ട്, 28 വയസ്സ്, താൻ PhD റിസർച്ചറായിട്ട് അയർലൻഡിൽ താനായിരിക്കുന്നു. തൻ്റെ സഭ IPC ശ്രീകാര്യം ശാന്തിനഗർ. ബ്രൈഡിനെ കുറിച്ച് അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നത് ബ്രദർ ബാബു T. തോമസ് ആൻഡ് സിസ്റ്റർ ഷീല B. തോമസ്, 601 സർവോദയ ഗാലക്സി കോപ്പർ റോഡ്, ഡൊംബൂലി വെസ്റ്റ്, താനെ. പ്രിയപ്പെട്ടവർക്ക് കർത്താവ് നൽകിക്കൊടുത്ത പൈതൽ ഗിഫ്റ്റി B. തോമസ്, 26 വയസ്സ്, BSc നേഴ്സ്, IPC കഞ്ചൂർമാർഗ് ചർച്ച്. ഇവിടെ ഈ രണ്ട് ബ്രൈഡ് ആൻഡ് ബ്രൈഡ് ഗ്രൂം രണ്ടുപേരുടെയും റെക്കോർഡാണ് ഇവിടെ വായിച്ചു കേട്ടത്. ദിസ് മാരേജ് വിൽ ബി solemnized in the year 2021, if God willing, on June 3rd week. മറ്റു തടസ്സങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ, അതായത് ഈ ഒരു പാൻഡമിക്കിൻ്റെ സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ഒരു നിശ്ചിത ഡേറ്റ് അതിൽ മെൻഷൻ ചെയ്യാത്തത്. എങ്കിലും പ്രാർത്ഥനയോടെ ആയിരിക്കുന്നത്, ദൈവത്തിൻ്റെ വരവ് താമസിച്ചാൽ 2021 ജൂൺ മാസം 3-ാമത്തെ ആഴ്ച മാരേജ് സെറമണി നടത്തുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. നാം എല്ലാവരും ആ ശുശ്രൂഷകളെ ഓർത്ത് നിരന്തരമായി പ്രാർത്ഥിക്കുവാൻ ഇടയായി തീരട്ടെ. തുടർന്ന് ഫാമിലിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയമാണ്. അതിനായിട്ട് പാസ്റ്റർ സാം തോമസ് കുവൈറ്റിൽ നിന്ന് കുടുംബങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. പാസ്റ്റർ സാം തോമസ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഇങ്ങനെ ഒരു മനോഹര മുഹൂർത്തം, ഇങ്ങനെ ഒരു സമ്മേളനം കർത്താവ് ഒരുക്കി തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ സമ്മേളനത്തിൽ ആഗതരായിരിക്കുന്ന ആദരണീയരായ എല്ലാ കർത്തൃദാസന്മാർക്കും എല്ലാ ബഹുമാന്യ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ഇന്ന് ഇവിടെ ബാബു തോമസ് അഥവാ ഞങ്ങൾ മോൻ എന്ന് വിളിക്കുന്ന ഗിഫ്റ്റിയുടെ ഫാദർ ബാബു തോമസിന്റെ കുടുംബാംഗങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് എന്നെ നിക്ഷിപ്തമായിരിക്കുന്ന കാര്യം. ഞാൻ ഇവിടെ കുവൈറ്റിലിരുന്നാണ് പരിചയപ്പെടുത്തുന്നത്. അവിടെ പറയുമ്പോൾ, പേര് പറയുമ്പോൾ അവരവരെ ഒന്നുകിൽ കൈ കാണിക്കുകയോ അല്ലെന്ന് വരിയിലൊന്ന് ഫോക്കസ് ചെയ്താൽ നന്നായിരിക്കും. ബാബു തോമസ്, ഫാദർ ഓഫ് ഗിഫ്റ്റി ഇസ് ദർ, എല്ലാവർക്കും അറിയാമല്ലോ. അതുപോലെ തന്നെ ഷീല ഗിഫ്റ്റിയുടെ മദർ. ഇവരെ രണ്ടുപേരെയും പരിചയപ്പെടുത്തുന്നു, എല്ലാവർക്കും അറിയാവുന്നവരാണല്ലോ അവര്. അതുപോലെ തന്നെ ഷീലയുടെ മദർ, അമ്മ ചിന്നമ്മ പണിക്കർ, ഗിഫ്റ്റിയുടെ ഗ്രാൻഡ് മദർ. ജെയ്സന്റെ വിട്ടുപോയില്ല കേട്ടോ, ജെയ്സന്റെ പേരും പറയാൻ പോവുകയാണ്. ജെയ്സൺ ഗിഫ്റ്റിയുടെ ഒരേ ഒരു സഹോദരൻ ഷീലയുടെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട്.
ചിന്നമ്മ പണിക്കർ ഗ്രാൻഡ് മദർ, അതുപോലെ തന്നെ വർഗീസ് ഫിലിപ്പ് ആൻഡ് ഫാമിലി ഷീലയുടെ എൽഡർ ബ്രദറാണ്, അവരും സൂമിലുണ്ട്. മാത്യു ഫിലിപ്പ് ആൻഡ് ഫാമിലി ഷീലയുടെ യങ്ങർ ബ്രദറാണ്, അവര് USA നിന്ന് ഇതിൽ സംബന്ധിക്കുന്നു. ഇനി ബാബു തോമസിന്റെ കുടുംബാംഗങ്ങളെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. കോട്ടയം ജില്ലയിലെ ആദ്യകാലത്തെ പെന്തക്കോസ്ത് വിശ്വാസികളിൽ ഒരാളായിരുന്നു ബാബു തോമസിന്റെ അപ്പന്റെ അപ്പൻ, അതായത് ഞങ്ങളുടെയൊക്കെ പിതാവ്. ആ പിതാവിന് 7 ആൺമക്കളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഏറ്റവും മൂത്ത സഹോദരന്റെ മൂത്ത മകനാണ് ഈ ബാബു തോമസ്. അവരുടെ എല്ലാം ഈ ബാബു തോമസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ എല്ലാവരുടെയും മൂത്ത സഹോദരന്റെ മകൻ. ഞാൻ അതിലേറ്റവും ഇളയ ആളാണ്. എൻ്റെ പേര് സാം തോമസ്. എൻ്റെ വൈഫ് സാലി എൻ്റെ അടുത്തിരിപ്പുണ്ട്. ഈ ബാബു തോമസിന്റെ ഫാദറിന്റെ നേരെ ഇളയ അനിയൻ മാത്യു തോമസ് സൂമില് കോട്ടയം പുതുപ്പള്ളിയിലെ സൂമിൽ സംബന്ധിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഇളയ സഹോദരൻ, അതിന്റെ ഇളയ സഹോദരൻ, രണ്ടുപേരും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു, കർത്താവിന്റെ സന്നിധിയിൽ വിശ്രമിക്കുന്നു. അതിന്റെ ഇളയ സഹോദരൻ എബ്രഹാം തോമസ് സൂമിലുണ്ട്, അദ്ദേഹത്തിന്റെ വൈഫ് ലില്ലിക്കുട്ടി. അദ്ദേഹത്തിന്റെ ഇളയ സഹോദരൻ ബേബി തോമസ്, അദ്ദേഹം സൂമിൽ സംബന്ധിക്കുന്നുണ്ട്. ബേബി തോമസിന്റെ വൈഫ് മോളമ്മ അത് കൈ കാണിച്ചു. അതുപോലെ തന്നെ ബാബു തോമസിന്റെ സഹോദരങ്ങൾ, മൂത്ത സഹോദരി മോളി എന്ന് ഞങ്ങൾ വിളിക്കും, സുസമ്മ മാത്യു ആൻഡ് മാത്യു, അവര് കുമളിയിലാണ്, അവർ ബിസിനസ്സാണ്, അവരവിടെ സൂമിലുണ്ട്. അതുപോലെ തന്നെ അച്ചാമ്മ ഐസക്, രണ്ടാമത്തെ സഹോദരി, പ്രിയപ്പെട്ടവള് അവിടെ ഭോപ്പാലിലാണ്. കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് പ്രിയ സഹോദരിയുടെ ഹസ്ബൻഡ് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. അതിന്റെ ഇളയൊരു സഹോദരി ലീലക്കുട്ടി എന്ന് ഞങ്ങൾ വിളിക്കും, സൂമിലുണ്ട്. അതിന്റെ ഇളയ സഹോദരി ഒരു കുഞ്ഞുഞ്ഞമ്മ, അവളും നാട്ടിലായിരിക്കുന്നു. പിന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ പലരും ഇന്ന് സൂമിലുണ്ട്. എല്ലാവരും അവിടെ ഇവിടങ്ങളിലായിരുന്ന് ഈ നല്ല സന്ദർഭത്തിൽ കർത്താവിനെ സ്തുതിക്കുകയും ഞങ്ങളുടെ ഈ പ്രിയപ്പെട്ട പൈതലിന്റെ വിവാഹ എൻഗേജ്മെന്റിൽ സംബന്ധിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ജോസയായുടെ വളരെ ആത്മസുഹൃത്തുക്കളായിരിക്കുന്ന എൻ്റെ മകൾ സോനയും അതുപോലെ തന്നെ ജോബിയും അവർ അയർലൻഡിലാണ്. ഇവരൊന്നിച്ച് അയർലൻഡിലായിരിക്കുന്നു. അവരും സൂമില് സംബന്ധിക്കുന്നുണ്ട്. അവരും എവിടെയോ ഇരിപ്പുണ്ട്. ഇവരെ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ ലീലക്കുട്ടി എന്ന് പറഞ്ഞ ബാബു തോമസിന്റെ സിസ്റ്ററിന്റെ മകൻ പാസ്റ്റർ ലിനീഷ്, അവൻ കൂടെ ഉണ്ട്. അവനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ മക്കളൊക്കെ പലയിടങ്ങളിലായി, എല്ലായിടത്തും ഉണ്ട്. എല്ലാവരെയും കാണാൻ പറ്റാഞ്ഞത് കൊണ്ടാണ് പറയാഞ്ഞതിന്. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ ഒരു അവസരം ലഭിച്ചതിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തും. താങ്ക് യു പാസ്റ്റർ. തുടർന്ന് ജോഷയുടെ ഫാമിലിയിൽ നിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുവാനായി പാസ്റ്റർ ഈശോ ജേക്കബ്, ചർച്ച് ഓഫ് ഗോഡ് കല്ലുമുലയിൽ നിന്ന് പാസ്റ്റർ ഈശോ ജേക്കബ്. ജോസിയയുടെ അമ്മയുടെ ഫസ്റ്റ് കസിനാണ് ഞാൻ. ജോസിയായിക്ക് ഒരു നല്ല ക്രിസ്തീയ പൈതൃകമുണ്ട്. ആ പൈതൃകം പറയാൻ ധാരാളം സമയം വേണ്ടി വരും. എന്നാൽ സമയത്തിന്റെ ചുരുക്കത്താൽ ഞാൻ വെട്ടിക്കുറച്ച് സംസാരിച്ച് അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ജോസിയയുടെ പിതാവ് ചെറിയാൻ ചാണ്ടി ചേക്കോട്ട്, അദ്ദേഹം നെയ്യാറ്റിൻകരയിൽ ജനിച്ചു വളർത്തപ്പെട്ട ആളാണ്. അദ്ദേഹത്തിന്റെ പിതാവ് വളരെ വർഷങ്ങൾക്ക് മുൻപ് കർത്താവിനെ അറിഞ്ഞ ഒരു വന്യ പിതാവാണ്. അദ്ദേഹത്തിനെ ഞങ്ങൾ ക്രൈസ്തവ ലോകം അറിയുന്നത് കുട്ടിയപ്പച്ചൻ എന്നാണ്. അപ്പച്ചന്റെ 2 മക്കളിൽ രണ്ടാമത്തെ മകനാണ് പ്രിയ ചെറിയാൻ ചേക്കോട്ട്. അദ്ദേഹത്തിന് ഒരു സഹോദരി മാത്രമേ ഉള്ളൂ, പ്രിയ കുഞ്ഞോളമാമ. ഓൺലൈനിലുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. കുഞ്ഞോളാമയ്ക്കും സ്റ്റേറ്റ്സിൽ ജീവിക്കുവാനുള്ള അവസരം ദൈവം കൊടുത്തു. ചെറിയാൻ ചേക്കോട്ട് മസ്കറ്റിൽ വേല ചെയ്യുന്നു. യെസ്, കുഞ്ഞോളാമയും അച്ചായനും. ഓക്കെ, ഗുഡ്. പ്രൈസ് ദി ലോർഡ്.
അങ്ങനെ അവർ രണ്ട് സഹോദരങ്ങളാണ് കുട്ടിയപ്പച്ചന്റെ കുടുംബത്തിലുള്ളത്, ചേക്കോട്ട് ഫാമിലിയിലുള്ളത്. പിന്നെ ഇനിയും ആനി ചെറിയാനിന്റെ ജോസിയയുടെ അമ്മയുടെ റിലേറ്റീവ്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ അതൊരു നീണ്ട കഥയാണ്. വലിയൊരു കുടുംബമാണ്. എൻ്റെ പിതാവിന്റെ മൂന്നാമത്തെ സഹോദരിയാണ് പ്രിയ ആനി ചെറിയാനിന്റെ മാതാവ്. എൻ്റെ പിതാവിനെ കുറിച്ച് പറഞ്ഞാൽ എല്ലാവരും ക്രൈസ്തവ ലോകം അറിയുന്ന ഒരു വ്യക്തിത്വമാണ്. കല്ലുമല കുഞ്ഞുമാനച്ചായൻ എന്ന് എല്ലാവരും ഓമന പേരിൽ അറിയപ്പെടുന്ന പാസ്റ്റർ എമ്മി ജേക്കബിന്റെ മൂന്നാമത്തെ സഹോദരിയാണ് പ്രിയ ആനി ചെറിയാന്റെ മാതാവ്. പ്രിയപ്പെട്ടവൾക്ക് 5 സഹോദരങ്ങളുണ്ട്. അതിൽ ഏറ്റവും മൂത്തയാളാണ് ജോർജ് മാത്യു. അദ്ദേഹം നാട്ടിൽ ഇപ്പോൾ ഭവനത്തിൽ വിശ്രമിക്കുന്നു. അദ്ദേഹം ദീർഘനാളുകൾ ദുബായിൽ ജോലി ചെയ്തിട്ട് മടങ്ങി വിശ്രമ ജീവിതത്തിനായി നാട്ടിലെത്തിയിട്ടുണ്ട്. ഇദ്ദേഹമാണ് ജോർജ് മാത്യു. ഞങ്ങൾ ജോയ്മോൻ ചാൻ എന്ന് വിളിക്കും. ജോയ്മോൻ ചാനും കുഞ്ഞമാമയും. രണ്ടാമത്തെ ആളാണ് ലിലിക്കുട്ടി മാമ. ലിലിക്കുട്ടി മാമയ്ക്കാണ് ആനി ചെറിയാൻ എന്ന ഒഫീഷ്യൽ നാമധേയമുള്ളത്. ആനി ചെറിയാൻ ഞങ്ങളുടെ വെട്ടിയാറ്റ് ഭവനത്തിലെ രണ്ടാമത്തെ മകളാണ്. പ്രിയപ്പെട്ടവർക്ക് ഇനി അടുത്ത സഹോദരിമാരാണ്. ഒരു ഗ്രേസിൻ ഉണ്ട്, ഗ്രേസിൻ കുര്യൻ. അദ്ദേഹം കാനഡയിൽ സെറ്റിൽ ആയിരിക്കുന്നു. അദ്ദേഹം ഇന്നില്ല തോന്നുന്നു, ഗ്രേസിൻ കുര്യൻ ഇല്ല. അതിനുശേഷം ഉള്ളയാളാണ് വില്യം ജോർജ്. വില്യം ജോർജും സ്റ്റേറ്റ്സിലുണ്ട്. അദ്ദേഹത്തെ ഓക്കെ ഗുഡ്. വില്യം ജോർജ് ആൻഡ് മോളി അവര് സ്റ്റേറ്റ്സിൽ സെറ്റിൽഡ് ആയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ നേരെ ഇളയാളാണ് ഡാർലി ജെയിംസ്. ജെയിംസ് ആൻഡ് അവിടെ അടുത്തുണ്ട്. ഡാലിമാമിയും അവിടെ സ്റ്റേറ്റ്സിലാണ്. അതിന്റെ അടുത്തയാളാണ് മേഴ്സി. ലില്ലിക്കുട്ടി മാമയുടെ സൈഡിൽ ഇരിക്കുന്നുണ്ട്. അദ്ദേഹവും മസ്കറ്റിൽ ഫാർമസിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യുന്നു. അവര് അങ്ങനെ ആ കുടുംബം ഐശ്വര്യമായി പലയിടങ്ങളിലായി ജീവിക്കുന്നു. ഇനി ജോസിയയുടെ ഭവനത്തിലേക്ക് വരുമ്പോൾ ഇവരെല്ലാവരും കർത്താവിനെ അറിഞ്ഞ് സ്നേഹിച്ച് ജീവിക്കുവാൻ തൽപരരായ മക്കളാണ്. അവരെ ഓർത്ത് ഞങ്ങൾ എപ്പോഴും അഭിമാനം കൊള്ളുന്നുണ്ട്. ജോസിയായ്ക്ക് കർത്താവ് 3 സഹോദരങ്ങളെ ജോസിയായ്ക്ക് മുൻപ് ഈ മാതാപിതാക്കൾക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ മൂത്തയാളാണ്, ആദ്യജാതനാണ് എബി ജേക്കബ് ചെറിയാന് അമേരിക്കയിൽ സെറ്റിൽ ആകുവാൻ കർത്താവ് ഇടവരുത്തി. ജേക്കബ് ചെറിയാന്റെ ഭാര്യ സിന്ധു, അദ്ദേഹം ഞങ്ങളുടെ അയൽവക്കക്കാരിയാണ്. മാവേലിക്കര കല്ലുമലയിലാണ് അദ്ദേഹത്തിന്റെ വീട്. സിന്ധു ഞങ്ങളുടെ പെറ്റായിരുന്നു. അവളിപ്പോൾ ജേക്കബ് ചെറിയാന്റെ ഭാര്യയായിട്ട് അമേരിക്കയിൽ ജീവിക്കുന്നു. അവർക്ക് 3 മക്കളെ ദൈവം ദാനമായി കൊടുത്തു. അതില് ജെറമി മൂത്ത മകൻ, രണ്ടാമത്തെ മോൾ ജസിക്ക, മൂന്നാമത്തെ മകൻ ജോഷുവ. അങ്ങനെ അവര് ഐശ്വര്യമായി കർത്താവിനെ സേവിച്ച് അമേരിക്കയുടെ പ്രദേശങ്ങളിൽ ജീവിക്കുന്നു. രണ്ടാമത്തെ സഹോദരനാണ് ജോൺ ചെറിയാൻ. ബിനോയ് എന്ന് ഞങ്ങൾ ഓമനപ്പേൽ വിളിക്കുന്ന ജോൺ ചെറിയാൻ, ബിനോയ് കല്യാണം കഴിച്ചിരിക്കുന്നത് അങ്ങ് വടക്കൻ കേരളത്തിൽ നിന്നാണ്, കണ്ണൂരിൽ നിന്നാണ്. എന്തിയെ ഷിൻസി, മോളെ ഷിൻസിയെ ഒന്ന് വെളിപ്പെടുത്തിയാട്ടെ. അവരുടെ നെറ്റ്വർക്ക് അല്പം ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. അവര് ഇപ്പോൾ ട്രിവാൻഡ്രത്ത് സെറ്റിൽ ആയിരിക്കുന്നുണ്ട്. അവരധികം താമസിയാതെ യൂറോപ്പിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് ഉള്ള താല്പര്യത്തിൽ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ പ്രിയപ്പെട്ടവരെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അവർക്ക് 2 പെൺമക്കളെ ദൈവം ദാനം കൊടുത്തിട്ടുണ്ട്, ഏഞ്ചലിൻ ആൻഡ് മിഷേൽ. അവരെ ഓർത്ത് കർത്താവിന് സ്തോത്രം കരയേറ്റുന്നു. ഇനി ജോസിയയ്ക്ക് ഒരൊറ്റ സഹോദരി മാത്രമേ ഉള്ളൂ. ആ സഹോദരി ബഹ്റിനിൽ സെറ്റിൽ ചെയ്തിരിക്കുന്നു. അവളെ കല്യാണം കഴിച്ച് അയച്ചേക്കുന്നത് കോഴഞ്ചേരിയിലാണ്. കോഴഞ്ചേരിയിൽ കളത്തൂർ കണ്ടത്തിൽ ചീങ്കലിനും പുറത്ത് എന്ന കുടുംബത്തിലാണ് അവളെ അയച്ചിരിക്കുന്നത്. അവളുടെ ഹസ്ബൻഡിന്റെ പേര് സൈജു സാം ജോർജ്. അവരിപ്പോൾ ബഹ്റിനിൽ സെറ്റിൽ ചെയ്ത് കർത്താവിനെ സേവിച്ചും സൈജുവിന് കൊടുത്തതായ താലന്തുകൾ ജോലി ഒക്കെ നിർവഹിച്ചുകൊണ്ട് ബഹ്റിനിലായിരിക്കുന്നു. അവർക്ക് 2 മക്കളുണ്ട്, മകൻ സ്റ്റീവ്, മകൾ ലിൻസ്. അവരെ ഓർത്തും കർത്താവിന് സ്തോത്രം കരയേറ്റുന്നു. ഇങ്ങനെയാണ് ജോസിയയുടെ കുടുംബ പശ്ചാത്തലം വിവരിച്ചിരിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരാമം കുറിക്കുകയാണ്. ഇപ്പോഴത്തെ ഈ പാൻഡമിക്കിൽ
നമുക്ക് ഇങ്ങനെ ഒരു വെർച്വൽ പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. മനുഷ്യനേകനായിരിക്കും നന്നല്ല എന്ന് കണ്ടിട്ട് ദൈവം തക്ക തുണകളെ നമ്മുടെ മാതാപിതാക്കൾക്ക് ഒരുക്കി കൊടുത്തതുപോലെ നമ്മുടെ തലമുറകൾക്കും കർത്താവ് ഒരുക്കുന്നു എന്നുള്ളതിനാൽ ഇത് യഹോവയാൽ സംഭവിച്ചു എന്ന് പറയത്തക്കതുപോലെ കർത്താവിനാൽ വന്ന ഈ വിഷയത്തെ ഓർത്ത് കർത്താവിന് സ്തോത്രം കരയറ്റുകയും ഈ കുഞ്ഞുങ്ങളുടെ നല്ല ഭാവിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇത് സംബന്ധിക്കുന്ന എല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ വന്ദനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. കർത്താവിന്റെ സഹായം. താങ്ക് യു പാസ്റ്റർ. നമുക്ക് ഇരു ഭവനങ്ങളിലെ പ്രിയപ്പെട്ടവരെ പരിചയപ്പെടുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചുവല്ലോ. തുടർന്ന് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കേണ്ട സമയമാണ്. തുടർന്ന് കർത്തദാസൻ പാസ്റ്റർ സജി വി ചെറിയാൻ IPC ഷാർജയിൽ നിന്ന് കർത്തദാസൻ തുടർന്നുള്ള സമയം ദൈവത്തിൻ്റെ വചനത്തിലൂടെ സംസാരിക്കുന്നതായിരിക്കും. നാം എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദത്തെ നമുക്ക് കേൾക്കാമല്ലോ. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ബിട്രോത്തൽ സെറമണി പ്രിസൈഡ് ചെയ്യുന്ന കഞ്ചൂർ മാർഗ് IPC സഭയുടെ പാസ്റ്റർ ആയിരിക്കുന്ന ജോർജ്, IPC ശ്രീകാര്യം സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന ദാസൻ പാസ്റ്റർ, ഈ ലിങ്കിലുള്ള സൂമിൽ വെർച്വലായിട്ടുള്ള കർത്തദാസന്മാര്, ജോസിയായുടെ കുടുംബാംഗങ്ങള്, അതുപോലെ കിറ്റിയുടെ കുടുംബാംഗങ്ങൾ, എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിലുള്ള വന്ദനം അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ പാൻഡമിക് സീസണിലും നമുക്ക് ഒരു വലിയ നന്മയാണ് സൂമിലൂടെയൊക്കെ പല കോണ്ടിനെന്റുകളിൽ ഇതുകൊണ്ട് ഈ ശുശ്രൂഷകളിൽ പങ്കെടുക്കാൻ കഴിയുന്നു എന്നുള്ളത്. അതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഒത്തിരി സന്തോഷമുണ്ട് ഈ ബിട്രോത്തലില് പങ്കെടുക്കുന്നതില്, പ്രത്യേകിച്ച് ദൈവവചനം സംസാരിക്കുന്നതില്. ഞങ്ങള് ശ്രീകാര്യം IPC സഭയില് ശുശ്രൂഷകരായി 2009 എത്തുമ്പോൾ ജോസിയ +2 പൂർത്തീകരിച്ച സമയമായിരുന്നു. തന്റെ മാതാപിതാക്കൾ അറിയാൻ ചെറിയജാനും ലിലൂട്ടി മാമ മസ്കറ്റില് ജോലിയും അതോടൊപ്പം തന്നെ കർത്താവിന്റെ മുഖത്തുള്ള വേല ചെയ്യുകയാണ്. ചെറിയജാൻ ഒരു റിട്ടയർഡ് മിലിറ്ററി സർവീസുകാരനായതുകൊണ്ട് ആ ഒരു ചിട്ട തന്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ട്. ആത്മീയ കാര്യങ്ങളിൽ വളരെ നിഷ്ഠയുള്ള ഒരു ദേവദാസനാണ്. IB കുടുംബമായിട്ട് അവർ അന്ന് അമേരിക്കയിലാണ്, ബിനോയ് കുടുംബമായിട്ട് അന്ന് അവർ മസ്കറ്റിലാണ്, ലോയിസ് കുടുംബമായിട്ട് അന്ന് ബെഹ്റിലാണ്. അന്ന് ലിലൂഡ് മാമയും മോനുമാണ്, ജോസിയായുമായിരുന്നു തിരുവനന്തപുരത്ത് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത്. ഞങ്ങൾ കാണുവാനും പരിചയപ്പെടുവാനും ഒക്കെ ദൈവം കൃപ നൽകി. വളരെ വളരെ റിച്ച് ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ ഹെറിറ്റേജ് എല്ലാ അർത്ഥത്തിലും ജോസിയായിക്കൊണ്ട്. ജോസിയ എന്ന വാക്കിൽ തന്നെ ഒരു പഴയ ഫോർമാണ് ജോസിയ. എനിക്ക് തോന്നുന്നു ഈ മോൻ 4ാമത്തെ കുഞ്ഞ് ജനിച്ചപ്പോൾ ചെറിയാച്ചാന്റെ ഹൃദയത്തിൽ ദൈവം നൽകി പ്രകാശനമാവാം അങ്ങനെ ഒരു പേര് തിരഞ്ഞെടുക്കാനായിട്ടുള്ള കാരണം. ബാക്ക് ടു ദ സ്ക്രിപ്ചർ, തിരുവചനത്തിലേക്കുള്ള ഒരു മടക്കയാത്രയ്ക്ക് തുടക്കം കുറിച്ച ഒരു റിഫോർമറാണ് ജോസിയ. ഇസ്രായേൽ രാജാക്കന്മാരും ശരിക്കും ജോസിയായാലും നമ്മുടെ ജോസിയായാലും അങ്ങനെ ഒരു ടേസ്റ്റ് എനിക്ക് കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ദൈവവചനത്തോട് തീവ്രമായ സ്നേഹം എനിക്ക് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, +2കാരനാണെങ്കിലും ദൈവവചനത്തെ സന്തോഷിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ ശ്രീകാര്യത്തെ പ്രിയപ്പെട്ടവർ പലരും ഓൺലൈനിലുണ്ട്. ജെയിംസ് ചാനെ വർദ്ധയ സോദർ പ്രിയ സാംസക്രിയെ ഞാൻ കാണുന്നുണ്ട്, പീറ്റർ മാത്യു ചാനെ ഞാൻ കാണുന്നുണ്ട്, ബോബി ചാനെ ഞാൻ കാണുന്നുണ്ട്, മറ്റേ പലരും ഉണ്ട്. എനിക്ക് എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. തിരുവനന്തപുരത്തെ വളരെ ഹോംലി ആയിട്ടുള്ള ഒരു അനുഭവിക്കപ്പെട്ട ചർച്ചയാണ് IPC ശ്രീകാര്യ സഭ. ജോസിയുടെ സ്പിരിച്വൽ അപ്ബ്രിംഗിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ സാധാരണ ശ്രീകാര്യത്തെ ആളുകൾ എന്നോട് പറഞ്ഞു കേൾക്കാറുള്ളത്, പ്രിയ ചെറിയാച്ചാന്റെ അമ്മ വളരെ സെയിൻലി ആയിട്ടുള്ള ഒരു പ്രേയിങ് മദർ ആയിരുന്നു. അമ്മറ്റിയെ പലപ്പോഴും ബന്ധപ്പെടുത്തി നമ്മുടെ മുതിർന്ന അംഗങ്ങളൊക്കെ അവിടെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം വഴിയാണെങ്കിലും വളരെ സ്പിരിച്വൽ റിച്ച് ആയിട്ടുള്ള ഒരു ഹെറിറ്റേജ്. അതുപോലെ പ്രിയ ലിലുകുൽ മാമയുടെ കുടുംബം പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞല്ലോ, കല്ലുമല കുഞ്ഞുവന്റെ കേരളത്തിലെ പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളില് വളരെ തലയെടുപ്പോടുകൂടെ നിന്ന വേറിട്ട ഉപദേശ വിശുദ്ധിക്ക് വേണ്ടി നിന്ന അനുഗ്രഹീതനായ ദേവദാസനാണ് പ്രിയ രാജു സാർ. ഒക്കെ ഓൺലൈനിലുണ്ട്. അവരെല്ലാവരും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അവിടുന്ന് 2013 കടന്നു വന്നു. അവിടുന്ന് മാറി പല സ്ഥലങ്ങളിലേക്ക് മാറിയെങ്കിലും പ്രിയ ജോസിയ പഴയ ബന്ധങ്ങള് നിലനിർത്തി ഒരു നല്ലൊരു സുഹൃത്തെന്നോ ഒക്കെ പറയത്തക്ക വിധത്തില് ഞങ്ങളുടെ റിലേഷൻഷിപ്പ് റിച്ചറായി. ദൈവം അനുഗ്രഹിക്കട്ടെ. തന്റെ BTech കഴിഞ്ഞു, MS കഴിഞ്ഞു, PhD ചെയ്യുകയാണ്. ചില നാൾക്ക് മുമ്പ് യൂത്തിന് വേണ്ടി ഞാൻ നടത്തിയ ഒരു മീറ്റിംഗിൽ എന്നെ വിളിക്കുകയൊക്കെ ചെയ്തു. ദൈവത്തിന് സ്തോത്രം.
ദൈവം പ്രിയ ജോസിയായെ കുടുംബത്തെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കട്ടെ. തീർച്ചയായിട്ടും ഗിഫ്റ്റി ദൈവം നൽകുന്ന ഗിഫ്റ്റാണ് ജോസിയായിക്ക്. തീർച്ചയായിട്ടും ജോസിയ ഗിഫ്റ്റിക്ക് നൽകുന്ന ഒരു വലിയ അനുഗ്രഹമാണ് എന്ന് പറയുന്നതിന് എനിക്ക് രണ്ട് പക്ഷമില്ല. അതിൽ എന്നോട് നേരത്തെ പറഞ്ഞത് ജോസിയ അയർലൻഡിൽ നിന്ന് തന്നെ ജോയിൻ ചെയ്യുമെന്ന്. എന്നാൽ എന്നെ ഞെട്ടിച്ചുകൊണ്ടില്ല ജോസിക്ക് ഫോൺ ചെയ്ത് പറഞ്ഞു, വർഷങ്ങളെ ഞാൻ ബോംബെയിലെത്തി. ഞാൻ പറഞ്ഞു നന്നായി പോയി മനേഷ്, വെരി ഗുഡ് വെരി ഗുഡ്. കാര്യം കല്യാണം നിശ്ചയമൊക്കെ ഒരിക്കലേ ഉള്ളൂ. അല്പം റിസ്ക് എടുത്താണെങ്കിലും അതിലേക്ക് യാത്ര ചെയ്തതിന് ഞാൻ ജോസിയായെ അഭിനന്ദിക്കുന്നു. ദൈവം ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ സെറിമണിയുടെ സാങ്ക്ടിറ്റിയും അതിന്റെ സീരിയസ്നെസ്സും ഞാൻ നന്നായിട്ട് മനസ്സിലാക്കുന്നു. സംസാരിക്കാനായിട്ട് ദൈവവചനം പറയാനായിട്ടുള്ള അവസരത്തിൽ ഞാനിങ്ങനെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്തു, എന്താണ് കർത്താവേ ഈ സമയത്ത് പങ്കിടേണ്ടത്. എന്റെ മനസ്സിലേക്ക് വന്ന ഒരു ബൈബിൾ ഭാഗം എന്ന് പറയുന്നത് ഉത്തമഗീതമാണ്. കാര്യം ഈ അവനമെന്ന് പറയുന്നത് സ്നേഹിക്കാനായിട്ട് ദൈവം സൃഷ്ടിച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ആദാമിനെ ദൈവം സൃഷ്ടിച്ച ഏകനായിരിക്കുന്ന അന്നല്ല. ദൈവം തന്റെ സ്വരൂപത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവത്തിന്റെ സ്വരൂപം സ്നേഹമാണ്. അങ്ങനെയാണെങ്കിൽ സ്നേഹിക്കാനായിട്ട് കഴിവുള്ളവനായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. തീർച്ചയായിട്ടും സ്നേഹിക്കാനായിട്ട്, ദൈവത്തെ സ്നേഹിക്കാനായിട്ട്, അതുപോലെ തന്നെ ആ സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട് ഒരു ഹവ്വയെ ദൈവം ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും എന്റെ മനസ്സിലേക്ക് വന്നത് സ്നേഹത്തെ കുറിച്ച് പാടിയ മനോഹരമായ ഒരു ഗാനമാണ് ഈ ഉത്തമഗീതം എന്ന് പറയുന്നത്. ഉത്തമഗീതത്തിൽ നിന്ന് 8 അധ്യായമുണ്ട്. സുദീർഘമായ സ്നേഹത്തെ വർണ്ണിക്കുന്ന, ദാമ്പത്യത്തിന്റെ സന്തോഷത്തെ വിവരിക്കുന്ന ആ മനോഹരമായ പുസ്തകത്തെ സാധാരണ 3 ആയിട്ട് തിരിച്ചാണ് പഠിപ്പിക്കാറുള്ളത്. ആദ്യത്തെ 2 അധ്യായങ്ങൾ ആന്റിസിപ്പേഷനാണ്, പ്രതീക്ഷയാണ്. വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട ശലോമോനും ശുനമൈറ്റായിട്ടുള്ള പെൺകുട്ടിയും ശുനേമിയ ഇടയ പെൺകുട്ടിയും തമ്മിലുള്ള ബിസ്രോത്തിൽ കഴിഞ്ഞ പ്രതീക്ഷയോടുകൂടെ കൺസ്യൂമേഷന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതിനുശേഷം അതിന്റെ സെലിബ്രേഷനാണ്. 3 ഘട്ടങ്ങളാണ്. ആദ്യത്തെ 2 അധ്യായങ്ങള് ഒരു വലിയ ആന്റിസിപ്പേഷനാണ്, പ്രതീക്ഷയാണ്, വിവാഹ നാളിലേക്ക് നോക്കി പറക്കൽ. തുടർന്ന് കൺസ്യൂമേഷൻ, ആ വിവാഹ ബന്ധത്തിലൂടെ ഉണ്ടാകുന്ന പൂർത്തീകരണം 5-6 അധ്യായങ്ങളിൽ. പിന്നീട് വരുന്ന 7-8 അധ്യായങ്ങളിൽ സെലിബ്രേഷൻ. ആ കൺസ്യൂമേഷനിൽ ആദ്യത്തെ 2 അധ്യായങ്ങളില് ട്രൂ ലവിന്റെ, അതുല്യമായ സ്നേഹത്തിന്റെ ഒരു അടയാളപ്പെടുത്തൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. അതിൽ ഒന്നാമതായിട്ട് നമ്മൾ വായിച്ചെടുക്കുന്നത് ട്രൂ ലവ് ഈസ് ജസ്റ്റ് ലൈക്ക് എ ബാങ്ക്വറ്റ്. ശരിക്കുമുള്ള സ്നേഹം, ദമ്പതികളുടെ പ്രണയം ഒരു വിരുന്ന് പോലെയാണ്. ഇവിടെ രാജാവായ ശലോമോൻ തന്റെ മണവാട്ടിയായ ശുനേമൈറ്റിനെ ഒരു വിരുന്നുശാലയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രിയ ജോസിയ ഗിഫ്റ്റിയെ കൈപിടിച്ചുകൊണ്ട് ദാമ്പത്യത്തിലേക്ക് കടക്കുമ്പോൾ സത്യത്തില് സ്നേഹത്തിന്റെ ഒരു ആസ്വാദനം, സ്നേഹം അനുഭവിക്കാനായിട്ട് ഡിലൈറ്റ് ആണ്, ആനന്ദത്തിന്റെ ഒരു അനുഭവത്തിലേക്കാണ്. അവിടെ നമ്മൾ ആ ഭാഗങ്ങളിൽ 1-2 അധ്യായങ്ങൾ വായിക്കുന്നുണ്ട്. ഒരു പഴം ഭക്ഷിക്കുന്നത് പോലെ, തേന് രുചിക്കുന്നത് പോലെ, പാൽ ആസ്വദിക്കുന്നത് പോലെ ഒരു രുചികരമായ ഒരു അനുഭവത്തിലേക്കാണ് കൈപിടിച്ച് അത് കയറുന്നത്. അങ്ങനെയാണെങ്കിൽ ജോസിയായിട്ടും ഗിഫ്റ്റിയോടും എന്ന് എനിക്ക് വളരെ വിനയപൂർവ്വം ഓർപ്പിക്കാനുള്ളത്, ദൈവം നിങ്ങളെ പരസ്പരം കാണുമാറാക്കിയത്, നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനമെടുത്തതിന് പിന്നിലുള്ള ദൈവത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പരസ്പരം സ്നേഹിപ്പാനാണ്, ആ സ്നേഹത്തെ ആസ്വദിക്കാൻ വേണ്ടിയാണ്. രണ്ടാമതായിട്ട് 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഇറ്റ്സ് എൻ അഡ്വഞ്ചറസ് ജേർണി. അതൊരു എന്താ പറയുന്നത്, സാഹസികമായ ഒരു യാത്രയാണ്. ഈ ശുനമൈറ്റ് പെൺകുട്ടിയെ രാജാവായ ശലോമോൻ വിളിച്ചിറക്കിക്കൊണ്ട് കടന്നു പോവുകയാണ്. പൂക്കളും കിളികളും ഒക്കെയുള്ള മനോഹരമായ ഒരു ഭൂമിയിലേക്ക് കൈപിടിച്ച് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. തീർച്ചയായിട്ടും നമ്മൾ ഓർക്കണം, ഈ കണ്ണാടിയൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പ് മനുഷ്യൻ അവനെ കണ്ടത് അവന്റെ ജീവിത പങ്കാളിയുടെ കണ്ണുകളിലാണ്. നോക്കുക, ദൈവം ആദാമിനെ സൃഷ്ടിച്ചു. ആദാം ദൈവത്തെ കാണുന്നുണ്ട്. ആദാമിനെ കണ്ടത് എവിടാണെന്ന് അറിയാമോ? ആദാമിന്റെ സ്വരൂപത്തിൽ ഒരു ഹവ്വയെ ഉണ്ടാക്കി തന്റെ കൺമുമ്പിൽ നിർത്തുമ്പോൾ ഹവ്വയുടെ കണ്ണുകളിലേക്ക് നോക്കി ആദാം കണ്ടത് തന്നെ തന്നെയാണ്. അതുപോലെ തന്നെ ഹവ്വ ആദാമിന്റെ കണ്ണുകളിൽ കണ്ടത് ഹവ്വയെ തന്നെയാണ്. ശരിക്കും അമ്മ സ്നേഹിക്കുന്ന ദമ്പതികൾ, ആമെ പ്രണയിക്കുന്ന ദമ്പതികള് അവർ കണ്ണാടിയുടെ ആവശ്യമില്ല. അവരുടെ ദമ്പതികളെ പ്രതിബിംബിക്കുന്നത് അത് നമുക്ക് എപ്പോഴും അനുഭവിക്കാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇറ്റ്സ് എ അഡ്വഞ്ചറസ് ജേർണി. ജീവിതത്തിൽ മധുരിക്കുന്ന അനുഭവങ്ങളും വളവുകളും തിരിവുകളും ഒക്കെയുള്ള ശരിക്കുമുള്ള ജീവിതത്തില് ഒരു വിനോദയാത്ര പോലെ ഒത്തിരി എന്താ പറയുന്നത്, സാഹസികതകളുള്ള അനുഭവങ്ങളുള്ള ഉയർച്ചകളുണ്ട്, താഴ്ചകളൊക്കെ ഉണ്ടാവാം. പക്ഷെ അതിനകത്ത് നമ്മൾ പരസ്പരം അറിയുകയാണെന്ന് ഉള്ള കാര്യം മനസ്സിലാക്കുക. മൂന്നാമതായിട്ട് നമ്മള് 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ
ഇവര് ആദ്യം പെരുന്നിശാലയിൽ കണ്ടത് അത് വീതിയിൽ വിനോദത്തോടെ കണ്ട ആളുകൾ പരസ്പരം വേർപിരിഞ്ഞ് കഴിയുന്നുണ്ട്. അതായത് ഈ വിവാഹ നിശ്ചയത്തിൽ നിന്ന് വിവാഹത്തിലേക്ക് അല്പം ഒരു ഇടവേളയുണ്ടായിരുന്നു. ആ ഇടവേളയിൽ രണ്ടുപേരും രണ്ടിടത്താകുമ്പോൾ ഈ മണവാട്ടി രാത്രിയിലെ കിടക്കയില് അവളുടെ സ്വപ്നത്തിൽ പോലും മണവാളനെ അത് കണ്ടെത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഡിസ്റ്റൻസ് എപ്പോഴും ഷാർപ്പൻസ് ദ ലവ് എന്നാണ് പറയുന്നത്. അകലങ്ങൾ, ആബ്സെൻസും അകലങ്ങളും അസാന്നിധ്യവും ഒക്കെ ശരിക്കുമുള്ള സ്നേഹത്തെ കൂടുതൽ മൂർച്ചയുള്ളതാക്കി മാറ്റുകയാണ് അത് എന്നുള്ള വസ്തുത തിരിച്ചറിയണം. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി എന്റെ വാചകങ്ങൾ വേഗതയിൽ പൂർത്തീകരിക്കുമ്പോൾ 3 വസ്തുതകളാണ് ഞാൻ ഈ പറഞ്ഞത്. ഒന്ന്, സ്നേഹം എന്ന് പറയുന്നത് ഒരു വിരുന്നുശാലയിലെ അനുഭവം പോലെയാണ്. സ്നേഹം എന്ന് പറയുന്നത് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ജേർണിയാണ്. ശരിയായിട്ടുള്ള സ്നേഹത്തിന്റെ അകത്ത് കേവലം അല്പനേരത്തെ അസാന്നിധ്യം പോലും അവനെ സ്നേഹിക്കുന്നവനെ സ്വപ്നത്തിൽ പോലും വെളിപ്പെടുത്തുന്ന വിധത്തില് അത് ആഴമുള്ളതാണ്, ദൃഢതയുള്ളതാണ് എന്നുള്ളതാണ്. ഈ പുസ്തകത്തിന്റെ എബ്രായരുടെ ഇടയിലുള്ള സാങ്കത്യം കൂടെ പറഞ്ഞിട്ട് വേണം ഇതൊന്ന് അവസാനിപ്പിക്കാനായിട്ട്. സത്യത്തില് ഉത്തമഗീതം വായിക്കുന്നത് എബ്രായര് കല്യാണ ദിവസം ഒന്നുമല്ല കേട്ടോ. കല്യാണ ദിവസം അവർ വായിക്കുന്ന പുസ്തകം സങ്കീർത്തനങ്ങൾ 45. എബ്രായര് ഈ ഉത്തമഗീതം വായിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാല് അവരുടെ പെസഹായുടെ രാത്രിയിലാണ്. പെസഹായുടെ രാത്രിയിൽ വായിക്കാനായിട്ട് വേർതിരിച്ചു വെച്ച ഒരു പുസ്തകമാണ് ഉത്തമഗീതം. പെസഹായുടെ രാത്രിയില് കൂടാര പെരുന്നാളിന്റെ ആനന്ദരാവുകളിൽ വായിക്കുന്നതാണ് സഭാപ്രസംഗിയുടെ പുസ്തകം. ഈ പെസഹായുടെ രാത്രിയിൽ എന്തിനാ ഇവർ ഉത്തമഗീതം വായിക്കുന്നതെന്ന് ചോദിച്ചാല് ശരിക്കും ഉത്തമഗീതത്തിൽ ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നത് ഇസ്രായേൽ മക്കളുടെ മിസ്രൈമിൽ നിന്നുള്ള പുറപ്പാടും കനാലിലേക്കുള്ള അവരുടെ പ്രയാണവും അതിന്റെ മധ്യത്തില് സീനായുടെ അടിവാരത്തിലുള്ള ഉടമ്പടി, യഹോവയുമായിട്ടുള്ള ഉടമ്പടിയുടെ ബന്ധമാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, എല്ലാ കുടുംബങ്ങളും ദ മിനിയേച്ചർ ഓഫ് ഹെവൻ എന്ന് പറയുന്നത് സ്വർഗത്തിന്റെ ഒരു ചെറിയ ഒരു പ്രതിബിംബമാണ് വിവാഹം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം യഹോവയായ ദൈവവുമായിട്ടുള്ള അവരുടെ ഹൃദയപരമായ ഉടമ്പടിയുടെ ആ ഓർമ്മകളാണ് ഉത്തമഗീതത്തിലൂടെ അവർ വായിച്ചെടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഉടമ്പടി ചെയ്ത ഒരു മനുഷ്യന് പ്രതീക്ഷയോടുകൂടെ നോക്കി പാർക്കുന്നത് കൂടിച്ചേരലിന്റെ മനോഹരമായ വിവാഹ ദിവസത്തെയാണ്. കൂടിച്ചേരലിന് ശേഷം സംഭവിക്കാൻ പോകുന്നത് നിലനിൽക്കുന്ന നിരന്തരമായ നിത്യമായ ആനന്ദമാണ്. അങ്ങനെയാണെങ്കിൽ എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്നീ നടന്ന വിവാഹം പോലും അല്ലെങ്കിൽ വിവാഹ നിശ്ചയം പോലും വിളിച്ചു കൊണ്ടുവന്നത് ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം. യഹൂദന് യഹോവയായ ദൈവവും യഹൂദന്മാരും തമ്മിൽ ഒരു ഭാര്യാഭർത്തൃ ബന്ധം പോലെ പവിത്രമാണ് അവരുടെ ബന്ധം. പുതിയ നിയമത്തില് ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധം അതുകൊണ്ടും തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഈ ആസ്വാദനങ്ങളും സന്തോഷങ്ങളും ഒക്കെ അനുഭവിക്കുമ്പോൾ ഏറ്റവും വലുതായി തിരിച്ചറിയേണ്ടത് യഹൂദന്റെ മനസ്സിലുള്ള ഇടം സീനായി മലയാണെങ്കിൽ അവിടെ രക്തം തളിച്ചാണ് അവർ ഉടമ്പടി സ്ഥാപിച്ചതെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയിൽ നമുക്ക് വേണ്ടി ജീവരക്തം ഊറ്റി തന്ന് നമ്മെ വീണ്ടെടുക്കാനായി തന്നെ സമർപ്പിച്ച, സ്വയം വെളിപ്പെടുത്തിയ, സ്വയം നൽകി തന്ന ക്രിസ്തുവിന്റെ ആ സ്നേഹത്തെ നമുക്ക് ഓർക്കാം. ഈ ക്രിസ്തുവിനായിട്ടൊന്ന് മനസ്സ് കൊടുക്കുന്നവർ കാത്തിരിക്കുന്നത് തീർച്ചയായിട്ടും ക്രിസ്തുനാഥന്റെ പുനരാഗമനമാണ്. ഈ ബിട്രോത്തൽ സെറമണിയിൽ അത്തരത്തിലുള്ള ഒരു ചിന്ത, ആന്റിസിപ്പേഷനും കൺസുമേഷനും സെലിബ്രേഷനും കൂടെ ഒത്തുചേരുന്ന ആ ഒരു ആത്മീക അനുഭവം, ക്രിസ്തുവുമായിട്ടുള്ള ആ ബന്ധത്തിലൂടെ നിത്യതയെ നോക്കി പാർക്കുവാനായിട്ട് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ജോസിയായ ദൈവം അനുഗ്രഹിക്കട്ടെ, അതുപോലെ തന്നെ ഗിഫ്റ്റിയെയും ദൈവം അനുഗ്രഹിക്കട്ടെ, ഇരു കുടുംബങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എനിക്ക് പരിചിതരായ പല പ്രിയപ്പെട്ടവരും എന്റെ മുമ്പിലുണ്ട്. അവരുടെ പേര് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സാമിച്ചാനും സാലിമാമിയും ഒക്കെ എനിക്ക് വളരെ പ്രിയപ്പെട്ട ആളുകളാണ്. അങ്ങനെ പല പ്രിയപ്പെട്ടവരുടെ ഓർത്ത് നിങ്ങൾ എല്ലാവരും ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്തു. എല്ലാവിധ ആശംസകളും മംഗളങ്ങളും നേരുന്നു. God bless you all. Praise the Lord. Thank you, Pastor, for that wonderful message. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ ആലോചനകളെ കേൾക്കുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ. തുടർന്ന് ഒരു അനുഗ്രഹിക്കപ്പെട്ട ഗാനം കൂടെ നമുക്ക് കേൾക്കാം. ബ്രദർ വർഗീസ് ഫിലിപ്പോസ് ആൻഡ് ഫാമിലി. ആത്മാവിലും സത്യത്തിലും ആരാധന, ജീവിതയാത്രയിൽ സാന്നിധ്യം വേണം, സുഖദുഃഖവേളയിൽ കൂടെ വേണം, ജീവിതയാത്രയിൽ സാന്നിധ്യം വേണം, സുഖദുഃഖവേളയിൽ കൂടെ വേണം, ജീവനെ ജീവൻ
ജീവന്റെ ജീവനെ സ്വന്തമേ യേശുവേ ജീവനെ ജീവന്റെ ജീവനെ സ്വന്തമേ യേശുവേ ആത്മനാടനേ അങ്ങേക്ക് ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന ആത്മനാടനേ അങ്ങേക്ക് ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന നിത്യജീവവചനം നിന്നിലുണ്ടല്ലോ ജീവനേക്കാൾ നിന്ദയ വലിയതല്ലോ നിത്യജീവവചനം നിന്നിലുണ്ടല്ലോ ജീവനേക്കാൾ നിന്ദയ വലിയതല്ലോ നീ കൽപ്പിച്ച ശാന്തമായിടും ആർത്തിരയ്ക്കും കടലകൾ നീ കൽപ്പിച്ച ശാന്തമായിടും ആർത്തിരയ്ക്കും കടലകൾ ആത്മനാടനേ അങ്ങേക്ക് ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന ആത്മനാടനേ അങ്ങേക്ക് ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന എൻ കാര്യവും എൻ വ്യവഹാരവും നടത്തിടുവാൻ ഒരു ദൈവമുണ്ട് എൻ കാര്യവും എൻ വ്യവഹാരവും നടത്തിടുവാൻ ഒരു ദൈവമുണ്ട് എൻ നിലവിളി കേട്ടിടുവാൻ യേശുണ്ട് വിളിച്ചിടും എൻ നിലവിളി കേട്ടിടുവാൻ യേശുണ്ട് വിളിച്ചിടും ആത്മനാടനേ അങ്ങേക്ക് ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന ആത്മനാടനേ അങ്ങേക്ക് ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. താങ്ക് യു ഫോർ ദാറ്റ് വണ്ടർഫുൾ സോങ്. തുടർന്ന് ഫെലിസിറ്റേഷൻ്റെ സമയമാണ്. Now is the time to hear the hearts of the people. I request Brother Blessing Verghese to share their hearts. It's truly my honor and privilege to be given this opportunity to felicitate Josiah and Gifty this evening. Congratulations to both of you. I hereby wish you both all the best in this new journey of life. As mentioned in Proverbs 18:22, the NLT version, the man who finds a wife finds a treasure, and he receives favor from the Lord. Josiah, we can confirm to you that you have indeed found a treasure in Gifty. I'm not exaggerating, but she truly is a very innocent and humble girl with a gifted voice and is someone who loves God. And with all that I've heard about you from my relatives and friends in Ireland, I can very well say, as the psalmist said in Psalms 118, 23 and 24, this is the Lord's doing. It is marvelous in our eyes. This is the day that the Lord has made. We will rejoice and be glad in it. We too will declare that it is truly the Lord who brought you both together. And in the days to come, as you wait for the big day, may God prepare your hearts and mind for the journey ahead. We will continue to pray for your marriage. May it be a blessed wedding, and may both of you be rooted in Christ and grow in His love and be fruitful for the kingdom of God. Let God be at the center of your relationship. Let Him be at the center of your marriage. And as you do it, He will do what He promised in Psalms 32:8. The Lord says, I will guide you along the best pathway for your life. I will advise you and watch over you. Once again, on behalf of our families, our church, we wish you both a blessed life ahead. Thank you. Thank you, Brother Blessing. തുടർന്ന് ഡോക്ടർ ജെയിംസ് ജോർജ് IPC ശ്രീകാര്യം ചർച്ചിൽ നിന്ന് ആശംസകൾ അറിയിക്കുന്നതായിരിക്കും. Praise the Lord. I count it as a privilege to address you all on this Zoom platform, especially to felicitate our dear child Josiah as he is engaged this day.
to Gifty, and I give all praises to God for such a wonderful occasion. Due to this pandemic, as we are not able to assemble in one single place, but thank God that we have this kind of facility when we can meet each other at the same time glorify our God. ജോസയെ കുറിച്ച് പറയുകയാണെങ്കിൽ അവനൊരു ബേബി ആയിരുന്ന കാലം തൊട്ട് എനിക്കറിയാം. ഈ കുടുംബമായിട്ട് ഏതാണ്ട് 3 പതിറ്റാണ്ടിൽ പരമായ അടുത്ത സ്നേഹബന്ധം ഞങ്ങൾക്കുണ്ട്. എൻ്റെ മാതാവ് ജീവിച്ചിരുന്നപ്പോൾ ജോസയുടെ വല്യമ്മച്ചിയും ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. അവര് ഉറ്റ സ്നേഹിതരായിരുന്നു, ഒരുമിച്ച് പ്രാർത്ഥനകളിൽ പങ്കെടുക്കുന്നതായിരുന്നു. അന്ന് ഈ കുഞ്ഞ പൈതലായിരുന്നപ്പോൾ തന്നെ ആ വല്യമ്മച്ചി ഈ കുഞ്ഞുങ്ങളെ എല്ലാം കൂട്ടിക്കൊണ്ട് സഭായോഗത്തിനും സൺഡേ സ്കൂളിനും സഭായോഗത്തിനും വരുന്നത് ഒരു ഹൃദയം കവരുന്ന കാഴ്ചയായിരുന്നു. മാതാപിതാക്കൾ രണ്ടും മസ്കറ്റിലായിരുന്നപ്പോൾ ആ വല്യമ്മച്ചി ഈ കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ വചനാനുസരണം അവരെ വളർത്തുവാനും അങ്ങനെ ഈ കുട്ടികൾക്ക് വളർന്നു വരുവാൻ ഇടയായതൊക്കെ ഞാൻ ഇത്തരണത്തിൽ ഓർത്തു പോവുകയാണ്. മറ്റ് 3 കുഞ്ഞുങ്ങളെക്കാൾ പ്രായത്തിൽ വളരെ എളുപ്പമുള്ളതാണ് ഈ കുഞ്ഞു പയ്യനായിരുന്ന ജോസിയ. മൂത്ത 3 കുഞ്ഞുങ്ങളും എബി, ബിനോയ്, ലോയിസ്, അവർക്ക് ഒരു കുഞ്ഞു സഹോദരനായിട്ട് വർഷങ്ങൾക്ക് ശേഷം പിറന്നപ്പോൾ അവരുടെ എല്ലാം വാത്സല്യം നുകർന്നുകൊണ്ട് വളരുവാൻ ഈ ജോസിയായിക്ക് ബാല്യകാലം മുതൽ കഴിഞ്ഞു. അതുപോലെ തന്നെ സഭയിലെ ഞങ്ങളുടെ എല്ലാവരുടെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുമായിട്ട് വളരെ അടുത്ത ബന്ധം ഈ കുഞ്ഞുങ്ങൾക്കുണ്ടായിരുന്നു. എൻ്റെ ഇളയ മകൾ കൃപയും ജോസിയായും LKG മുതൽ ക്ലാസ് 12 വരെ അവരൊരുമിച്ച് ഒരേ സ്കൂളിൽ പഠിച്ചവരാണ്. അപ്പൊ ഞാൻ പിന്നെ കൃപയോട് കഴിഞ്ഞ ദിവസം ചോദിച്ചു, മോളെ ഇതാ ഐ ഹാവ് ടു സേ എ കപ്പിൾ ഓഫ് വേർഡ്സ് അബൌട്ട് ജോസയ, വാട്ട് വുഡ് യു റെക്കമെൻഡ്? Then she told that you must say that he is one of the best young men that she has seen, even as a child. വളരെ നല്ല കുട്ടി എന്ന് എടുത്തു പറയണമെന്ന് പറഞ്ഞു. അത് നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ എടുത്തു പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. കൂടെ പഠിച്ച കുട്ടികൾക്കാണ് സഹപാഠികളെ കുറിച്ച് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത്. അങ്ങനെ ഉത്തമ സാക്ഷ്യം താനായിരുന്ന എല്ലാ മേഖലകളിലും പുലർത്തുവാൻ ഈ ജോസിയായ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. 3 പ്രധാനപ്പെട്ട കാര്യം ഞാൻ ജോസിയയിൽ കണ്ടിട്ടുണ്ട്. ഒന്ന്, വളരെ ഫോക്കസ്ഡ് ആൻഡ് ഡിറ്റർമൈൻഡ് ആയിരുന്നു ഈ ചെറുപ്പക്കാരൻ. ഞാൻ ഓർപ്പിച്ചല്ലോ, അവൻ്റെ തനിയായിരുന്നു. നേരത്തെ ഇവിടെ പലരും ഓർപ്പിക്കുകയുണ്ടായി. പ്രത്യേകിച്ചും അവൻ്റെ മാതാവ് കൂടെ പിതാവിനോടൊപ്പം കർത്തൃ ശുശ്രൂഷയിൽ അദ്ദേഹം ആയിരുന്നുകൊണ്ട് അവിടെ പോകേണ്ട ആവശ്യം ഉണ്ടായപ്പോൾ ഗ്രാൻഡ് മദറിന്റെ മരണശേഷം പലപ്പോഴും ഈ കുഞ്ഞുങ്ങളൊക്കെ തനിയായിരുന്നു. ജോസയെ സംബന്ധിച്ചിടത്തോളം 12ാം ക്ലാസ്സിന് ശേഷം അവൻ തനിയാണ് പഠിച്ചത്. ഡിഗ്രിക്ക് ബിടെക്കിന് പഠിക്കുമ്പോൾ ഹി സ്റ്റേഡ് ഓൾ എലോൺ. ആൻഡ് ആ ഒരു കാലഘട്ടത്തിൽ ഏത് ചെറുപ്പക്കാരനും മറ്റു ആരും ശ്രദ്ധിക്കാനില്ല. ദർ ഈസ് നോബഡി ടു ചെക്ക് ഓർ മോണിറ്റർ. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലും വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഡിറ്റർമൈൻഡ് ആയിട്ടിരുന്ന് പഠിച്ച് മിടുക്കനായിട്ട് നല്ല രീതിയിൽ അത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഹി പാസ്ഡ് ഔട്ട് വിത്ത് വെരി ഗുഡ് റിസൾട്ട്. അതുകൊണ്ടാണല്ലോ അതിനുശേഷം അവന് പിന്നീട് മസ്കറ്റില് അവൻ്റെ പിതാവുള്ള സ്ഥലത്ത് പോകാനും അവിടെ അവന് സ്കോളർഷിപ്പോടുകൂടെ MTechനുള്ള പഠനം അവിടെ മസ്കറ്റില് ചെയ്യാനായിട്ട് സുൽത്താൻ ഖബൂസ് യൂണിവേഴ്സിറ്റി സ്കോളർഷിപ്പോടുകൂടെ അവിടെ പഠിക്കുവാൻ പ്രിയ ജോസയായ്ക്ക് കഴിഞ്ഞു. അപ്പോൾ that's what I said. He was very focused and determined right from his early childhood days. And the second quality I would like to highlight is he was a very responsible young man. I said this because when no one was there to supervise, when there was no one to monitor him, he took upon the responsibility on his own self, and so to it that he went through all that was required of him, whether it was the education, whether it was the spiritual thing. He kept himself always upright and steady, very steadfast in his life. അവൻ വളരെ സ്ഥിരതയോടുകൂടെ അവൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവനെ സഹായിക്കും. 3ാമത് കാര്യം ഞാൻ പ്രസ്താവിക്കാൻ ആഗ്രഹിക്കുന്ന, he is a very spiritual young man. വളരെ സ്പിരിച്വൽ. അവൻ്റെ ബാല്യകാലം മുതൽ അവൻ സ്പിരിച്വൽ ആയിട്ടാണ് വളർന്നത്. സഭയിലെ വർഷിപ്പ് ടീമിലെ ഒരു ലീഡറായിരുന്നു അവൻ കുറെ നാളുകൾ. ദൈവം നൽകി കൊടുത്ത നല്ല താലന്തുകളുണ്ട്. ഹി ഈസ് എ ഗുഡ് മ്യൂസീഷ്യൻ ആൻഡ് ഹി സിംഗ്സ് പ്രിറ്റി വെൽ. ഐ എം ഷുവർ ഗിഫ്റ്റി വിൽ ബി ഓൾസോ എ ഗുഡ് സിംഗർ. സോ ബോത്ത് ഓഫ് യു കമ്പൈൻ ക്യാൻ മേക്ക് എ വെരി ഗുഡ് ടീം ടു വർഷിപ്പ് ആൻഡ് പ്രൈസ് ഗോഡ്. അങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഭവനമായിട്ട് നിങ്ങൾ മാറട്ടെ. ജോസയെ കുറിച്ച് ഇപ്പോൾ അവനായിരിക്കുന്നത്, ഹി ഈസ് ഇൻ അയർലൻഡ്, ആസ് you have been told earlier. He is doing his PhD, and I am very proud of him for that, because I like young people studying. He is in Dublin University and at the same time associated with Manchester and Sheffield Universities for his PhD program. So my best wishes to you, Josiah. I am sure that God will bless you immensely,
because God has given his best gift to you, which is gifty. So together you can make a wonderful home, and I am sure that you will make all of us very proud in the days to come. And ഈ ഭവനവുമായിട്ട് എനിക്ക് വളരെ അടുത്ത ബന്ധം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. മാത്രമല്ല പിന്നെ ജോസിയയുടെ അമ്മാച്ചൻ വില്യം ജോൺ വിവാഹം ചെയ്തിരിക്കുന്ന എൻ്റെ ഫസ്റ്റ് കസിൻ മോളിയാണ്. അവരും ഇതിനകത്ത് സംബന്ധിക്കുന്നുണ്ട്. അപ്പൊ ദാറ്റ് വേ വി ആർ വെൽ കണക്റ്റഡ്. വി ലവ് ദിസ് ഫാമിലി, എസ്പെഷ്യലി ചെറിയാച്ചാൻ, കുഞ്ഞുവൻചാൻ ഞങ്ങൾ വിളിക്കും. പനച്ചുമുട്ടെ കുഞ്ഞുവൻചാൻ എന്നാണ് ഞങ്ങൾ വിളിച്ചിരുന്നത്. He was a wonderful man of God. And so is Lilikutti Mama. So I am sure that Gifty will have a very comfortable home when you switch over to this family. അതുകൊണ്ട് ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞാൻ എൻ്റെ വ്യക്തിപരമായ പേരിലും ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ ശ്രീകാര്യത്തിന്റെ പേരിലും എൻ്റെ കുഞ്ഞുങ്ങളുടെ പേരിലും പ്രത്യേകിച്ചും കൃപയുടെ പേരിലുള്ള അഭിനന്ദനങ്ങളും അവരുടെ പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥനയും ബ്ലെസ്സിങ്സും എല്ലാം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. God bless you as a family. God bless you. താങ്ക് യു. തുടർന്ന് നമുക്ക് വോട്ട് ഓഫ് താങ്ക്സ് ബ്രദർ മാത്യു ഫിലിപ്പ് ഗിഫ്റ്റഡ് അങ്കിൾ വോട്ട് ഓഫ് താങ്ക്സ് ഷെയർ ചെയ്യുന്നതായിരിക്കും. Respected chairperson of this event, Pastor Gija George, and our respected invited guest pastors, and all the brothers and sisters in Christ. It is my privilege to have been asked to propose a vote of thanks on this occasion. First and foremost, I want to thank God, Lord Jesus Christ, for blessing this auspicious day. We come to Lord, our Savior, humble ourselves with heart full of gratitude for all His mercies and kindness. We have been praying for this occasion all this while and could feel God's presence and guidance from the day Joshua was introduced to our family. It was only because of God's mercy we all are witnessing this engagement ceremony and bless the newly engaged. We pray for God's continued blessing and guidance. I give all the glory to God. Joshua and Gifty, this is the day the Lord has made. We will rejoice and be glad in it. This is Psalms 118 verse 24. This is one of the most important days in your life. Gifty and Joshua, you both are now officially engaged. So congratulations. May God bless you. I, on behalf of both the families, and personally on behalf of me and my family, extend a very hearty vote of thanks to the chairperson, to the guest pastors, to the worship team, and all the brothers and sisters in Christ for accepting our invitation and blessing this occasion with your presence. I would like to express gratitude on our behalf and on behalf of our family and thank the chairperson, Pastor Gija George of IPC Kanjurmarg, and his family for helping to conduct this engagement ceremony. Pastor and his family has been very supportive and has been praying for this occasion. Pastor also helped us with all the technical aspects for this event. Pastor, thank you very much. Our family will be grateful to you for the support you have provided. May God bless you abundantly. Further, I want to thank the chief guest speaker, Pastor Sajeev Nichanjan from IPC Sharjah, for his wonderful message and sharing God's word for this occasion. I am sure this message will encourage Gifty and Joshua. And I am sure this is going to help all the people who have participated in today's event. Thank you, Pastor. Further, I would like to thank Pastor Alex John from IPC Sri Karim Church for leading us in prayer. Pastor Alex John is Joshua's home church pastor. Pastor, thank you very much. Further, I would like to thank Pastor Raju P. Nair, the president of IPC Northern Region Mumbai Zone, who is going to help us in closing prayer and benediction for this event. Thank you, Pastor. Further, I would like to thank Pastor Will Matthew, that's our pastor, and the pastor who baptized me, my brother, my mom, my father, and my sister. We are so grateful to our Pastor Apacha, and we are so blessed for having you and leading us in prayer. Thank you very much, Pastor. I would like to thank my father-in-law, Pastor C.P. Simon from Kochi, Kerala, for blessing us and blessing us in Psalms reading. Thank you, Papa.
Further, I would like to thank our uncle, Pastor Sam Thomas from Kuwait, for introducing our family. Thank you, uncle. I would like to thank Pastor Isho Jacob from Church of God, Kalumala, for introducing Joshua's family. Thank you, Pastor. I would like to thank Dr. James George from IPC Srikaryam and Brother Blessing Varghese from IPC Kanjurmarg for the felicitation. Thank you, brothers. I would like to thank Brother Gladson T. from Ireland for leading us in worship. It was really a wonderful worship. Thank you, brother. Further, I would like to especially thank Brother Jose Nainan and Sister Elsie for introducing Joshua to our family and for all the support they have provided. Thank you. Joshua, I would personally want to thank you for taking this step of faith and opting to be physically present during this occasion. Until last week, we all thought you are going to attend engagement ceremony virtually, but you took the leap of faith and traveled from Ireland to Mumbai, especially during this pandemic time, which is commendable. Thank you, son. We thank God for his travel mercy and also pray that God's continued presence for your return journey back home. Further, I would like to take this opportunity to express my thanks to Joshua's father, Pastor Cherian Chekotu and family, and his brother, Jacob Cherian and family, and John Cherian and family, and sister Lois and family, and all the relatives who are in this event. I would like to thank all the church committee members from both the churches for all the support provided for this occasion. And I want to thank all the pastors who are there attending this event, virtually from different places. A hearty thanks for participating in this occasion. Please accept my apology if I have missed anybody from the list. Finally, I would like to express my gratitude and thank all the pastors, brothers, sisters, uncle, auntie, apacha, amachi, and all the relatives from both sides who have blessed this engagement ceremony by attending either in person or via Zoom. I thank you, Pastor, for giving this opportunity, and with all glory, honor, and praise to Lord Jesus, I hereby conclude vote of thanks. Thank you. Thank you. Thank you so much. Now we have come to the end of this ceremony. Let's give thanks to the Almighty God who has enabled us thus far. Let's all close our eyes and look to the Lord in prayer. And I request Pastor Raju P. Nair, IPC NR Mumbai Zonal President, to do the closing prayer and the benediction. Praise the Lord. നമുക്ക് പ്രാർത്ഥിക്കാം. വാത്സല്യ കുഞ്ഞുങ്ങളുടെ എൻഗേജ്മെന്റ് സൂക്ഷി ഇത്രത്തോളം അനുഗ്രഹമായി നടക്കുവാൻ സർവശക്ത ദൈവം നമ്മളെ സഹായിച്ചത് കൊണ്ട് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ നന്ദിയോട് സ്തോത്രം ചെയ്യാം. ഗിഫ്റ്റിയുടെയും ജോസിയുടെയും ഈ എൻഗേജ്മെന്റ് ശുശ്രൂഷ സർവശ ദൈവം ഇത്രത്തോളം അനുഗ്രഹമായി സ്ഥാനം നടക്കുവാൻ കർത്താവ് സഹായിച്ചു. അനുഗ്രഹമായി ലീഡ് ചെയ്യുവാൻ ദൈവദാസനെ സഹായിച്ചു. മനോഹരമായ വചനം നമ്മളെ കേൾപ്പിച്ചു. അനുഗ്രഹ വാചന പാട്ടുകൾ പാടുവാൻ പ്രിയപ്പെട്ട സഹായിച്ചു. നമുക്കെല്ലാത്തിനായി സ്തോത്രം ചെയ്യാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങയുടെ വഴികൾക്കും കരുതലിനുമായി ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ വാത്സല്യ കുഞ്ഞുങ്ങളുടെ ഈ എൻഗേജ്മെന്റ് ശുശ്രൂഷ ഇത്രത്തോളം അനുഗ്രഹമാക്കി തീർത്തത് കൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് അങ്ങ് സ്തോത്രം ചെയ്യുന്നു. എല്ലാ വഴികൾക്കായി സ്തോത്രം. ഗിഫ്റ്റിയെയും ജോസിയെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഇന്ന് രാത്രി ഞങ്ങൾ കൈമാറ്റം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അവരൊന്നിക്കും ദിവസം വരെയും കർത്താവ് അവർ ഒരുക്കണമേ, അവർ ഹൃദയങ്ങൾ ഒരുക്കണമേ കർത്താവേ. ദൈവത്തിന്റെ കൃപധാരണമായി പകരണമേ. ഇരു കുടുംബങ്ങൾക്കായി സ്തോത്രം. ബാബുവിനെയും ശീലനെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ചെറിയച്ഛനും കുടുംബത്തിനായി സ്തോത്രം. എല്ലാ ബന്ധുക്കൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് അനുഗ്രഹിച്ചാട്ട കർത്താവേ. അങ്ങയുടെ എല്ലാ വഴികളെയും ഓർത്തുകൊണ്ട് നന്ദിയോടെ അരിപ്പാൻ ഞങ്ങൾ എല്ലാവരും സഹായിക്കാം. ഇന്ന് രാത്രിയിൽ വിവിധ രാജ്യങ്ങളിൽ ഈ സൂമിൽ പ്ലാറ്റ്ഫോമിൽ കൂടെ ഇതിൽ പങ്കുകൊള്ളുവാൻ സഹായിച്ച എല്ലാ ഞങ്ങളുടെ മക്കളെയും ആ കരങ്ങൾ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
വിവിധ രാജ്യങ്ങളിൽ, വിവിധ സ്ഥലങ്ങളിൽ, വിവിധ സമയങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ചായിരിക്കുന്നു. കർത്താവ് അനുഗ്രഹിച്ചതിനായി സ്തോത്രം. സർവശക്തൻ കൃപ ചെയ്താട്ടെ. ഒരിക്കൽ കൂടെ വാത്സല്യ കുഞ്ഞുങ്ങളെ ആ കരങ്ങളിലേക്ക് ഞങ്ങൾ കൈമാറും. അനുഗ്രഹിച്ചാണ് ഇന്ന് രാത്രിയിൽ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ, കേൾക്കുമാറാകണമേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മന്റെ കൂട്ടായ്മയും സൂക്ഷിപ്പും കാവലും വാത്സല്യ കുഞ്ഞുങ്ങളോടുകൂടെ കൂടെ എല്ലാ ജനത്തോടും കൂടെ എന്നും പറഞ്ഞേക്കും നമ്മുടെ കർത്താവിനുവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ചെയ്യുന്ന കർത്താവിന് വേണ്ടി നമുക്ക് ഇന്ന് രാത്രി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. I would like to congratulate Brother Joshua and Gifty. May God bless you both and your families. തുടർന്നുള്ള ദിനങ്ങൾ കർത്താവിൻ്റെ പ്രത്യേകമായ ഒരു പ്രൊട്ടക്ഷനും പ്രൊവിഷൻസും നിരന്തരമായി കർത്താവ് നിങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങളുടെ കുടുംബങ്ങളിലും കർത്താവ് നൽകി തരുമാറാകട്ടെ. താങ്ക് യു എവ്രി വൺ ഫോർ ജോയിനിങ്. ഈ വെർച്വൽ സെറിമണിയിൽ ജോയിൻ ചെയ്ത എല്ലാവരോടുമുള്ള ഒരിക്കൽ കൂടെയുള്ള നന്ദിയെ അറിയിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരങ്ങളിൽ വഹിച്ചവനേ. നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരങ്ങളിൽ വഹിച്ചവനേ. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരങ്ങളിൽ വഹിച്ചവനേ. നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരങ്ങളിൽ വഹിച്ചവനേ. നന്മ മാത്രം ഞങ്ങൾക്കായി തന്നു, നവ്യമാക്കി ഈ ജീവിതം. നന്മ മാത്രം ഞങ്ങൾക്കായി തന്നു, നവ്യമാക്കി ഈ ജീവിതം. നാവിനാലെ കീർത്തിച്ചിടുവാൻ നാൾ മുഴുവൻ കൃപ കാട്ടി നീ. നാവിനാലെ കീർത്തിച്ചിടുവാൻ നാൾ മുഴുവൻ കൃപ കാട്ടി നീ. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരങ്ങളിൽ വഹിച്ചവനേ. നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരങ്ങളിൽ വഹിച്ചവനേ. ബഹുദൂരം മുന്നോട്ടു പോകാൻ ബലം നൽകി നീ നടത്തി. ബഹുദൂരം മുന്നോട്ടു പോകാൻ ബലം നൽകി നീ നടത്തി. തളർന്നോരോ നേരത്തിലെല്ലാം തവ കരങ്ങൾ ആശ്വാസമായി. തളർന്നോരോ നേരത്തിലെല്ലാം
ഉയരത്തിലെല്ലാം തവ കരങ്ങൾ ആശ്വാസമായി. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരങ്ങളിൽ വഹിച്ചവനേ. നന്ദിയല്ലാതിൽ